എട്ടാമത്തെ വാക്യം തൊട്ടാണ്. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന സഭാ അധ്യക്ഷൻ ഇങ്ങനെ ആയിരിക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചപ്പോൾ ഡീക്കൻ അല്ലെങ്കിൽ ശുശ്രൂഷകൻ, ഡീക്കൻ്റെ വെബ്സ്റ്റർ ഡിക്ഷണറിയിലെ അർത്ഥം ഇങ്ങനെയാണ്: ആൻ ഓഫീസ് അണ്ടർ ദ പാസ്റ്റർ. സഭ വലുതാകുമ്പോൾ, ഇപ്പം നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലും നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചല്ലോ, സ്തെഫാനോസിനൊക്കെ തിരഞ്ഞെടുപ്പ്. സഭ വലുതാകുമ്പോൾ ഒരു വ്യക്തിക്ക് മാക്സിമം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് 50 പേര് 80 പേരൊക്കെ ആകുമ്പോൾ തന്നെ എല്ലാവരും പോയി ഭവനം സന്ദർശിക്കുവാനും ഒക്കെ പാടുവരും. ഒരു 100 പേര് അതൊക്കെ ഒരു കപ്പാസിറ്റിയുടെ മാക്സിമമാണ്. അതിൻ്റെ മേളിലോട്ടൊക്കെ പോകുമ്പോൾ തന്നെ സഹായിക്കാൻ അസോസിയേറ്റ് പാസ്റ്റേഴ്സ് വേണം, ഇതുപോലുള്ള ഡീക്കൻസ് അല്ലെങ്കിൽ മൂപ്പന്മാർ വേണം. അല്ലേ തന്നെ സഭയിൽ ആരുണ്ട്? മൂപ്പന്മാരുണ്ട് എന്ന് നമ്മൾ വചനത്തിൽ നമ്മൾ കാണും. ചെറിയ സഭയാണെങ്കിലും വലിയ സഭയാണെങ്കിലും ശുശ്രൂഷകരെങ്ങനെ ആയിരിക്കണം എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അവരും ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചല്ലോ, എനിക്ക് അധ്യക്ഷനാകണം, എനിക്ക് മൂപ്പനാകണം, എനിക്ക് ശുശ്രൂഷകനാകണം എന്ന് പറഞ്ഞ് എനിക്കങ്ങ് ഇറങ്ങാൻ പറ്റത്തില്ല. ഇത് ദൈവത്തിൻ്റെ ഒരു കോളിങ്ങാണ്, ഇല്ലേ? എൻ്റെ മേലുള്ള ഒരു വിളിയാണ്. ഈ വിളിയെപ്പറ്റി ബൈബിള് പറയുന്നു, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ, യിരെമ്യാവിനോട് പറഞ്ഞ, നിന്നെ ശുദ്ധീകരിച്ചു, എനിക്ക് വേണ്ടി ഞാൻ നിന്നെ ഇങ്ങ് വേർതിരിച്ചു. ഐ ഹാവ് സെപ്പറേറ്റഡ് യു, ഐ മെയ്ഡ് യു ഹോളി, ഐ ഹാവ് സാങ്ക്ടിഫൈഡ് യു, ഐ ഹാവ് സെപ്പറേറ്റഡ് യു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മുടെ മേലുള്ള വിളിയാ, അത് ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പുള്ളതാ. ആ വിളി അനുസരിച്ച് നിൽക്കുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. വി ആർ റെസ്പോൺസിബിൾ. ആർക്കെങ്കിലും ശുശ്രൂഷനാകുവാൻ കഴിയത്തില്ല, എന്തെങ്കിലും എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ ആയിരിക്കണം ഒരു ശുശ്രൂഷകൻ എന്നുള്ളൊരു പുസ്തകമൊക്കെ നല്ലൊരു, ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള ആൾക്കാർ നോക്കുന്നത് ഏത് പബ്ലിക്കേഷൻ പ്രിൻ്റ് ചെയ്തു, എത്ര കോപ്പീസ് പ്രിൻ്റ് ചെയ്ത് പുസ്തകം വായിക്കുന്നവർ അങ്ങനെയൊക്കെയാണ് നോക്കുന്നത്. അതിൻ്റെ പുറയിലത്തെ കണ്ടൻസൊക്കെ നോക്കിയിട്ട് ഒരു പുസ്തകമൊക്കെ വായിച്ച്, ഒത്തിരി ദൈവദാസന്മാരുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ദൈവദാസന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര സ്നേഹമുള്ളൂ, ഞാനൊരു നല്ല പുസ്തകം വായിച്ചു പാസ്റ്ററും വായിക്കുക എന്നൊക്കെ പറഞ്ഞ് തരുന്നവർ. ആത്മീയമായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, സഭ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ ബാക്കിയുള്ള ഫണ്ടിൻ്റെ മെയിൻ്റനൻസ് ഓഫ് ഫണ്ട്സ്, പിന്നെ ഓരോരുത്തരെ ചെയ്യുന്നത് ഡിസിപ്ലിൻ, ഇതൊക്കെ പലപ്പോഴും പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിച്ചു എന്നല്ല പൗലോസ് പറഞ്ഞല്ല, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് തരുന്നൊന്നുമല്ല. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് വളരെ വ്യക്തമായിട്ട് വചനത്തിലുണ്ട്. ബുദ്ധിയുടെ ആലോചനകൾ പലപ്പോഴും ഇതിൻ്റെ അകത്ത് വരുമ്പോൾ അതനുസരിച്ച് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? അങ്ങ് അനിമിടുക്കനാണല്ലോ, എന്നാൽ നീ അങ്ങ് എന്ത് ചെയ്യും? നിനക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങ് നടത്തിക്കോളാൻ പറയാം. അപ്പം ഇവിടെ എല്ലാം ഇവിടെ ശുശ്രൂഷകരെ തിരഞ്ഞെടുത്തപ്പോൾ പോലും അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കണ്ടു, അവർ പ്രാർത്ഥിച്ച് ഉപവസിച്ച് അതിന് യോഗ്യരാണോ എന്ന് നോക്കി അവരെ ശോധന ചെയ്ത്, അവരെ ഇവിടെ താഴോട്ട് വായിക്കുമ്പോൾ ടെസ്റ്റ് ദം എന്ന് എഴുതിയിരിക്കുന്നത്, അവരെ ടെസ്റ്റ് ചെയ്ത് അവർ കുറ്റമില്ലാത്തവരാണെന്ന് തോന്നിയാൽ, അപ്പോൾ കുറച്ച് ശുശ്രൂഷകൾ അവരെ ഏൽപ്പിക്കണം. അവരെ ചെയ്യുന്നോ? അവർ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച്, പാസ്റ്റർ പറയുന്ന പോലെ അല്ല, പാസ്റ്റർ പറയുന്ന പോലെ മാത്രമല്ല, അവരൊരു ശുശ്രൂഷ ദൈവദാസനെ ഏൽപ്പിക്കുമ്പോൾ അവരാ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവസന്നിധിയിൽ അവരും എന്ത് ചെയ്യണം? ഉപവസിച്ച് പ്രാർത്ഥിച്ച് ശുശ്രൂഷകൾ പ്രാപിച്ച് ചെയ്യുവാൻ. അപ്പം ശുശ്രൂഷകർ ദൈവദാസനോട് ചേർത്ത്, ദൈവദാസൻ ഒരു കാര്യം പറഞ്ഞു, കൂടെയുള്ള ശുശ്രൂഷകർ വേറൊരു കാര്യമാണ്, ദൈവം എന്നോടും പറഞ്ഞു എന്ന് പറഞ്ഞ് അവർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ സഭ കൺഫ്യൂഷനിലായി പോകത്തില്ലേ? ഇതിനകത്ത് ഏതാണ് സത്യാത്മാ? ആരോടാണ് ദൈവം സംസാരിച്ചത്? ഇന്നത്തെ കാലത്ത് അങ്ങനല്ലേ, എല്ലാവരും പറയുന്നു. നമുക്കറിയാം, യൂട്യൂബിലൊക്കെ ഉണ്ട്, ഒരു ദൈവദാസൻ പറഞ്ഞു സങ്കീർത്തനത്തിൽ എന്നോട് ദൈവം എനിക്ക് ഒരു വാക്യം കൂടെ തന്നു എന്ന് പറഞ്ഞു. ഒരു സങ്കീർത്തനത്തിൽ ഒരു പുതിയ വാക്യവും ചിലർ പുതിയ അധ്യായമൊക്കെ ബൈബിളിൻ്റെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കാണും. ബൈബിളിൻ്റെ അകത്ത് ഒന്നും ഇല്ലാത്ത ഒരു പുതിയ പുസ്തകം, അതല്ല ദ ബുക്ക് ഓഫ് മോമോൺസ് എന്നൊക്കെ പറയുന്നത്. ഇത് ഇവിടെയുള്ളൂ കുറവ്, ആന്ധ്രയിലോട്ടും തമിഴ്നാട്ടിലോട്ടും മറ്റ് സ്റ്റേറ്റ്സിലാണെങ്കിൽ മുഴുവനും അവർ ഭയങ്കര വിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന, വെള്ള ഉടുപ്പൊക്കെ മാത്രം ഇട്ട് വളരെ സുവിശേഷം പറയാൻ എല്ലായിടത്തും അറിയും. ദ ചേർച്ച് ഓഫ് ദ ലാറ്റർ ഡേ സെയിൻസ്, അല്ലെങ്കിൽ അവർക്കൊരു പുതിയ പുസ്തകം കൂടെ ഉണ്ട്, ബൈബിൾ പാഠ പുസ്തകം കഴിഞ്ഞിട്ട് മോർമോൺസ്, ദ ബുക്ക് ഓഫ് മോർമോൺസ്. അവരുടെ ദൈവദാസൻ, ഒരു വിശ്വാസിയായ, സ്നാനപ്പെട്ടൊക്കെ ഒരു വിശ്വാസിയായ ദൈവദാസൻ, പുള്ളിക്ക് ദൈവം കൊടുത്തൊരു വെളിപ്പാടെന്ന് പറഞ്ഞൊരു പുതിയ പുസ്തകം കൂടെ എന്ത് ചെയ്തു? ബൈബിളിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുക. ഭയങ്കരമായിട്ട് എണ്ണത്തിൽ അവർ ഭയങ്കരമായിട്ടുണ്ട്. ആൾക്കാർ നോക്കുമ്പോൾ അവരെ ശരിക്കുള്ള വിശ്വാസികളെക്കാൾ ഡിസിപ്ലിൻഡ്,
ഭയങ്കരമായിട്ട് വെള്ള വസ്ത്രമൊക്കെ ഇട്ട് ടൈയൊക്കെ ഇട്ട് റോഡ് സൈഡിൽ കൂടി വെയിലത്ത് നടന്ന് ഈ ആന്ധ്രയുടെയും തമിഴ്നാടിൻ്റെയും ചൂടത്ത് സായിപ്പന്മാർ പോലും അവരുടെ കൂടെ നടന്ന് എല്ലാവരും യൂണിഫോമിലാണ്. ഓരോ ഭവനം തോറും കയറി സുവിശേഷം പറയുകയും ഈ നമ്മൾ പുതിയ നിയമം കൊടുക്കുന്ന പോലെ ഈ ബുക്ക് ഓഫ് മോമോൺസൂട് അതിൻ്റെ കൂടെ കൊടുത്ത് അവരെ കൺഫ്യൂഷനിലാക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബുദ്ധിയുടെ ആലോചന വരുന്നിടത്തെല്ലാം എന്ത് ചെയ്യും? സഭ തെറ്റിപ്പോവും. എല്ലാവരും പറയുന്നത് കർത്താവ് എന്നോടും സംസാരിച്ചു. ദൈവദാസനോട് സംസാരിക്കുന്ന അതേ പരിശുദ്ധാത്മാവ ശുശ്രൂഷകരോടും കൂട്ടു ശുശ്രൂഷകരോടും മൂപ്പന്മാരോടും സംസാരിച്ചെങ്കിൽ പിന്നെ ഇവിടെ എന്ത് വരത്തില്ല? സഭയിൽ കൺഫ്യൂഷൻ വരത്തില്ല. എല്ലാവരും ഏകാത്മാവ്. ബൈബിൾ പറഞ്ഞു നിങ്ങൾ പറയുന്നതെല്ലാം ഒന്നായിരിക്കണം, നിങ്ങൾ ചിന്തിക്കുന്നത് എന്തായിത്തീരണം? ഒന്നായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ മധ്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? വിട്ടുപോകും. അങ്ങനെ സ്തോത്രം, ഒരു അനുഭവം ഇവിടെ ഉണ്ടാകാതിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പം നമ്മൾ ഓരോ ഭാഗങ്ങളും പഠിക്കുന്നത് ഓരോരുത്തർ എങ്ങനെ ആയിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഈ ദൈവദാസൻ എങ്ങനെ ആയിരിക്കണമെന്ന് ആദ്യത്തെ 7 വാക്യത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ അതേ റിപ്പീറ്റേഷനാണ് ശുശ്രൂഷകർ അല്ലെങ്കിൽ മൂപ്പന്മാർ, ശുശ്രൂഷകർ, ഡീക്കൻസ് എങ്ങനെ ആയിരിക്കണം എന്ന് താഴോട്ടുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പം ദൈവദാസനെ പോലെ തന്നെ പ്രാധാന്യതയുള്ളൊരു ശുശ്രൂഷയാണ് കൂട്ടു ശുശ്രൂഷകൻ. അവരെങ്ങനെ ആയിരിക്കണം നമുക്ക് വായിക്കാം. 8ാമത്തെ വാക്യം. ഇവിടെ എഴുതിയിരിക്കുന്ന ശുശ്രൂഷകർ എങ്ങനെ ആയിരിക്കണം? ദൈവദാസനെ പോലെ തന്നെ അവരെങ്ങനെ ആയിരിക്കണം? ഘനശാലികളായിരിക്കണം, ഇരുവാക്കുകാരായിരിക്കല്ല. ഇതൊക്കെ ശുശ്രൂഷകരുടെ ഇടയ്ക്ക് അന്ന് ഉണ്ടായിരുന്നു ഇല്ലേ? ദൈവദാസനോട് പറയുന്ന പോലെ തന്നെ ഇവിടെ ശുശ്രൂഷകരോടും പറയുക, തിമോത്തിയോസിനോട് പറയുക, നീ പഠിപ്പിക്കണം. ഇവർ പെട്ടെന്ന് ജാതികളിൽ നിന്ന് വന്നത്, എല്ലാവരും യഹൂദന്മാരിൽ നിന്ന് വന്നതല്ല. അപ്പോൾ അവരുടെ അകത്ത് പഴയ പാപം ആത്മീയമായിട്ട് ക്ഷീണിക്കും. പുറത്ത് എന്ത് ചെയ്യും? അവർ ശുശ്രൂഷകൾ ചെയ്യും, പ്രബോധനങ്ങൾ പറയും. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷ മറ്റുള്ള സുവിശേഷം പറയാം, പരിശുദ്ധത്തിന് പ്രസംഗിക്കാം, പ്രബോധനങ്ങൾ പറയാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയ കൂട്ടത്തിൽ അല്ലെങ്കിൽ ചില ഭവനങ്ങൾ സന്ദർശിച്ച് വിസിറ്റ് ചെയ്യാം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ പോലെ പാട്ടുകൾ പാടാം, ആരാധന നയിക്കാം, അല്ല ആരാധിക്കാം. ഇതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷ. അല്ലാതെ തന്നെ മറ്റുള്ളവരോട് എല്ലാ വിഷയത്തിലും നമുക്ക് ഉണ്ട്, പക്ഷെ വേറൊരാൾക്കില്ല. ദൈവാത്മാവ് പ്രേരിപ്പിക്കുക, നമുക്കുള്ളതിൽ നിന്ന് കൊടുക്കാൻ പറയുമ്പോൾ കൊടുക്കുന്നതിലും കൂട്ടായ്മ കാണിക്കുക. അപ്പം എല്ലാം നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു കൂട്ടായ്മ, ഫെലോഷിപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഷെയറിങ്. അപ്പം അതിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന പോലെ, അപ്പം ശുശ്രൂഷകരും ദൈവദാസനെ പോൽ തന്നെ ദൈവത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ്. ഒരു പാസ്റ്റർ ദേശത്ത് എങ്ങനെയാണ് നിൽക്കുന്നത്? ഞാനൊരു ഇത്രയും വർഷം, ഒരു 8 വർഷത്തോളം ഒരേ സ്ഥലത്ത് വിശാഖപട്ടണത്ത് പ്രവർത്തിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് 14 വർഷമായി ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. അപ്പം അതിന് മുമ്പുള്ള ഓരോ സ്ഥലത്ത് ദൈവമാക്കിയിരിക്കുന്ന സ്ഥലത്ത്. അപ്പം ഞാൻ പറഞ്ഞത് ഈ 2 സ്ഥലത്ത് എന്നെപ്പറ്റി അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെപ്പറ്റി ചോദിച്ചാൽ, ഞാനിങ്ങോട്ട് വരുന്നതിന് മുമ്പേ ഇവനെ, രണ്ടാമത്തവനെ പേപ്പട്ടി കടിച്ചത് ഞാൻ ഓർക്കുന്നു. ആ ദേശം മുഴുവനും ആ ദേശത്തിൻ്റെ സ്നേഹം കാണുവാൻ അവരെല്ലാവരും വന്ന് ആ പേപ്പട്ടി കടിച്ചു. ഇവനെ കടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ ഒരു സാധനം വലിച്ചെറിഞ്ഞു. പട്ടി കരഞ്ഞുകൊണ്ട് പോയി. പക്ഷേ അത് തിരിച്ചപ്പുറത്ത് നിന്ന് ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന പിള്ളേരെല്ലാം കടിച്ചു. അവരെല്ലാം കൂടെ എന്നെ തല്ലിക്കൊന്നു. അവരപ്പോഴറിഞ്ഞത് ഇങ്ങനെ ഒരാളെയും കൂടി കടിച്ചത്. ആ ദേശത്തുള്ളവരൊക്കെ വന്ന്, ജാതികൾ വന്ന് കരഞ്ഞുകൊണ്ട് ഇവനെ എടുത്തുകൊണ്ട്, ഞാൻ ആശുപത്രി കൊണ്ടുപോകുന്നില്ല, അതിന് ഇഞ്ചക്ഷൻ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി. വേറൊന്നുമല്ല, 2 ആഴ്ചയായിട്ട് വിശ്വാസത്തെ പറ്റിയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഉപവാസ പ്രാർത്ഥനകൾ നടക്കുമായിരുന്നു. അതിൻ്റെ ആ ദിവസങ്ങളും സഭായോഗത്തിനൊക്കെ 2-3 ആഴ്ചയായി. അതിൻ്റെ തലേ ആഴ്ച വിശ്വാസത്തിൻ്റെ പല, കർത്താവിൽ ആശ്രയിക്കുന്നതിൻ്റെ പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ രോഗശാന്തി എന്നുള്ളൊരു വിഷയം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിശക്തിയോടുകൂടി പഠിപ്പിച്ചതിൻ്റെ പിറ്റേ ആഴ്ചയാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ ഈ പരീക്ഷണം വന്നത്. ഇവനാണെങ്കിൽ കൊച്ചിലേ തൊട്ട് ഈ വായിൽ ഇങ്ങനെ ഇവനന്ന് വളരെ ചെറുതാണ്. എത്ര വയസ്സ്? 4 വയസ്സ് ആ സമയം. അപ്പോൾ ഇവനെ ഈ തുപ്പൽ വായിൽ വെച്ചിട്ട് ഇങ്ങനെ പതപ്പിക്കുന്ന, അത് കളിക്കുന്ന അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഇത് ഈ പട്ടിയുടെ കടിയും കൊണ്ട് പട്ടി പേപ്പട്ടിയാണെന്ന് അറിയുകയും ചെയ്തു. ഇവൻ ഈ 2ാം ദിവസം തൊട്ട് ആൾക്കാർ എല്ലാ ദിവസവും, നാട്ടുകാരാണ് ഞാൻ പറഞ്ഞ, നാടിൻ്റെ സ്നേഹമാണ് ഞാൻ പറഞ്ഞത്. നാട്ടുകാർ വന്ന് ഓരോ ദിവസവും വന്ന് ഇങ്ങനെ നോക്കും. ഇവരെ ഞങ്ങളെ അറിയാവുന്ന, ഞങ്ങളെ ഇഷ്ടമുള്ള, ഞങ്ങളെ സ്നേഹമുള്ള അയൽവക്കക്കാരൊക്കെ വന്ന് ഇവനെ എടുത്തിട്ട്, ഇവനൊന്ന് വളരെ ക്യൂട്ടായിരുന്നു, ഇവനെ എടുത്തിട്ട് അങ്ങ് കരഞ്ഞ് ഞങ്ങൾ ഇവനെ കൊല്ലാൻ കൊടുക്കുക. പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. വേറൊരു കുറച്ചൊരു സഹോദരിമാർ, ശുശ്രൂഷകർ, ടി വിയിലൊക്കെ പ്രസംഗിക്കുന്നവരൊക്കെ ഉണ്ട്, ശുശ്രൂഷകരുണ്ട്. അവരെല്ലാം കൂടെ സഹോദരിമാരുടെ ഒരു ടീം 2-3 പേര് വന്നിട്ട് ഭയങ്കരമായിട്ട് പാസിന് കൊണ്ടുപോകാൻ ഭയങ്കര ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവനെ കൊണ്ടുപോകാനുണ്ട്. വണ്ടി കാഷടി കിടക്കുക. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആശുപത്രി ചെന്ന് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആൻറ്റി റാബീസിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് വരാം. ഇത്രയല്ലേ ഉള്ളൂ കാര്യം. അവിടെ അത്രയൊക്കെ ഉള്ളൂ. അവിടെ അല്ലേ തന്നെ എല്ലാം ഫ്രീയാണ്.
അല്ല ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളല്ലോ കാര്യം, അതെനിക്ക് എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ അറിയത്തില്ല. വണ്ടി അല്ലെങ്കിലും പകല് ആ സമയത്ത് തന്നെ 10,000 രൂപ ഡീസൽ കർത്താവിൻ്റെ വിലയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ആ മുറ്റത്തുണ്ടോ ആശുപത്രിയുമുണ്ട്. അതല്ലല്ലോ, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെ പറ്റിയല്ലേ പഠിപ്പിച്ച്. 5-ാം ദിവസം ഇളകുമല്ലോ, അങ്ങനെ 5-ാം ദിവസം ഇളകും. അപ്പോൾ ഇവർ 5-ാം ദിവസവും കഴിഞ്ഞ് 6-ാം ദിവസവും കഴിഞ്ഞ് 7-ാം ദിവസവും പിറ്റേ ആരാധനയിൽ ഞങ്ങൾക്കൊരു എല്ല് പോലൊരു വലിയൊരു ഹോളാണ്. ജാതികൾ വിശ്വാസികളല്ലാത്തവർ ഒത്തിരി പേര് വന്ന് അവരും കണ്ണുനീരോടുകൂടി വിശ്വാസികളൊക്കെ പറയും യേശു പ്രഭു സൗഖ്യമാക്കി. അല്ല ഞാൻ പറഞ്ഞത്, ഒരു ദേശത്ത് നമ്മൾ നിൽക്കുമ്പോൾ അത് അവസാനത്തെ ഒരു സംഭവം. അതോട് കഴിഞ്ഞിട്ട് ഒരു 5-6 മാസത്തോട് കഴിഞ്ഞ് വേറെ ദൈവദാസനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ആ ദേശത്തുനിന്ന് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ഒരു ദേശത്ത് നിൽക്കുമ്പോൾ, ഒരു ദൈവദാസനായിട്ട് നിൽക്കുമ്പോൾ എല്ലാ അന്നാണ് ജാതികൾക്കൂട് മനസ്സിലായത് എന്തുവാ. മറ്റേത് എല്ലാവർക്കും എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലും എപ്പോഴും വാക്യമുണ്ട്, അതിപ്പോഴും ഉണ്ട്. അപ്പം ആ വാക്യം കണ്ടിട്ട് ആ വാക്യവും വണ്ടിയും കാണുമ്പോൾ അവർക്ക് അതിലേക്ക് കൂടി ഇങ്ങനെ ഓടിച്ച് പോകുന്ന കാണും. പാസ്റ്ററാണെന്നറിയാം, നമ്മളെല്ലാവരോടും ഇടപെടും, എല്ലാവർക്കും പാസ്റ്റർകാരും എന്നൊക്കെ അവർ വളരെ റെസ്പെക്റ്റ് ചെയ്ത് വിളിക്കുന്നത്, അതൊക്കെ അറിയാം. ദേശത്ത് ദൈവദാസനായിട്ട് അത് മാത്രമേ അറിയപ്പെട്ടിട്ടുള്ളൂ. അതല്ല, യേശു സൗഖ്യമാക്കുന്നവനാ. ആണെങ്കിലും എന്തു ചെയ്യും? യേശു സൗഖ്യമാക്കുന്ന ജാതികൾ. നിങ്ങൾ വിശ്വസിക്കത്തില്ല, അന്ന് കണ്ണുനീരോട്, അന്ന് വചനം പറയാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഇതുപോലെ ബൈബിൾ ക്ലാസ് അവിടെ ഉണ്ട്, എനിക്ക് സമയം കിട്ടിയില്ല വചനം പറയാൻ. കാര്യം ആൾക്കാരെല്ലാം എഴുന്നേറ്റ് ഇന്ന് അവർ തന്നെ കണ്ണുനീരോട് അവരെ ആരാധന അങ്ങ് ഏറ്റെടുത്തു. കണ്ണുനീരോടുകൂടി സാക്ഷ്യം പറഞ്ഞ് ദൈവം സൗഖ്യമാക്കി, ദൈവം സൗഖ്യമാക്കുന്നവനാണ്. പല ഭാഷകളിലുള്ളവരാണ്, പല ഭാഷകൾ ആ സാക്ഷ്യം ആ ദേശത്ത് കണ്ണുനീരോടുകൂടി. അന്ന് പാട്ട് പാടി പിന്നെ ആത്മാവിൽ ആരാധനയായിരുന്നു അന്ന് സംഭവിച്ചത്. അപ്പം ഇവിടും ഈ ദേശത്തായിരിക്കും. നിങ്ങൾ ഈ അസോസിയേഷനോട് എവിടെ ചോദിച്ചോ, പാസ്റ്റർ അങ്ങനെ ആയിരുന്നാലേ പറ്റൂ. ഞാൻ കുടുംബത്തോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മുടെ ഭവനത്തിൽ നിന്നൊരു ശബ്ദം അടുത്ത വീട്ടിൽ കേൾക്കുമ്പോൾ ഓർത്തോണം നമ്മൾ ഈ ദേശത്ത് വന്നിരിക്കുന്നത്. എനിക്കല്ലാതെ ഈ ദേശമായിട്ട് ഒരു ബന്ധമില്ല. ഞാനിവിടെ വന്നിരിക്കുന്ന, ദൈവം എന്നെ ഇവിടെ അയച്ചിരിക്കുന്നത് എന്തിനാ? കർത്താവിൻ്റെ വേലയ്ക്കാണ്. അപ്പോൾ ഒരു ദേശത്ത് നമ്മളെ അയക്കുമ്പോൾ നമ്മൾ ആരുടെ റെപ്രസെൻറ്റേറ്റീവാണ്? ബൈബിള് പറയുന്നു, നമ്മൾ ഈ വായിച്ച ഭാഗം തിമോത്തിയോസ് പറയുന്നു, പാസ്റ്റർ മാത്രം അങ്ങനെ ആയാൽ പോരാ, കൂട് ശുശ്രൂഷയിൽ നിൽക്കുന്നവരും എങ്ങനെ ആയിത്തീരണം? ഇങ്ങനെ ആയിത്തീരണം. അവരെങ്ങനെ ആയിത്തീരണം? ഘനശാലികളായിത്തീരണം. ഘനശാലികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവാ? കർത്താവിന് വേണ്ടി നിൽക്കേണ്ട സമയങ്ങൾ വരുമ്പോൾ നിൽക്കാൻ പ്രാപ്തരായിരിക്കണം. അവരുടെ ഡിക്ലറേഷൻസ് അവർ ദേശത്തോട് പറയുവാൻ ശക്തരായിരിക്കണം, പ്രാപ്തരായിരിക്കണം. അതാ ഘനശാലികൾ. അല്ലാതെ മറ്റുള്ളവരോട് നമ്മൾ പറയും കർത്താവ് ഇങ്ങനെ വിടുവിക്കട്ടോ, മറ്റുള്ളവരോട് നമ്മൾ പറയും. നമ്മുടെ കാര്യം വരുമ്പോൾ അങ്ങനെ ആകല്ല. ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾ വചനത്തിന് വേണ്ടി നിൽക്കുന്നു, വചനത്തിൻ്റെ പ്രമാണം ഇത് അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഇടപെടുന്നില്ല, ഞാൻ ഓരോ വിഷയത്തിനകത്ത് വചനം അനുവദിക്കാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ അകത്ത് പറ്റത്തില്ല കേട്ടോ എന്ന് ദേശത്ത് നമ്മൾ പറയുവാൻ ഘനശാലികളായിരിക്കണം. കൂട് ശുശ്രൂഷയിൽ നിൽക്കുന്നവൻ. യെസ്, താഴോട്ട് ഘനശാലികൾ. പിന്നെ അടുത്തത് ഈ മദ്യപാന്മാരാകല്ല. അത് ഇവിടെ നമ്മുടെ കേരളത്തിലെ സഭകൾ കുറവാണ്. എന്നാലും രഹസ്യമായിട്ടും പലപ്പോഴും സിഗരറ്റ് വലിക്കുന്നതും ബീഡി വലിക്കുന്നതും മദ്യപിക്കുന്നതും ഒക്കെ ദൈവദാസന്മാരെയും ദൈവമക്കളെയൊക്കെ പല സഭകളൊക്കെ പിടിച്ചിട്ടുണ്ട്, നാട്ടുകാർ പൊക്കിയിട്ടുണ്ട്. പല അനുഭവങ്ങളൊക്കെ കുറവാണ്, കേരളത്തിൽ വളരെ കുറവാണ് എന്ന് മാത്രം എനിക്ക് പറയാൻ പറ്റും. സ്തോത്രം. അത് കേരളത്തിലെ ദൈവജനത്തിന് ഇതുവരെയും ഒക്കെ ഒരു ദൈവഭയമൊക്കെ ഉണ്ടായിരുന്നു. ഇനി അടുത്ത തലമുറയുടെ കാര്യം എനിക്കറിയത്തില്ല. പലതും കാണുമ്പോൾ കർത്താവേ നമ്മൾ അവസാനം പറയുന്ന പോലെ ആ വേഗം വരണമേ അതിനിച്ചിരി ഗാംഭീര്യം കൂടിപ്പോവും. പ്രത്യാശയുള്ളവരും ഇനി ജീവിച്ചിരുന്നാൽ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ പലതും സഭകൾ കാണേണ്ട വരും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു പോകുന്നതാ, പ്രത്യാശയോടുകൂടി വേഗം വരണമേ. ഇങ്ങനെയൊക്കെ സംഭവിച്ച സഭയിൽ ഇനി അടുത്ത സ്റ്റെപ്പ് പാപമൊക്കെ സംഭവിക്കുന്നതിന് മുമ്പേ വേഗം വന്നു പോകണം. അപ്പം അവർ മദ്യപാന്മാരാകാൻ പാടില്ല. പിന്നെ എന്തുവാ? ഇരുവാക്കുകാർ. എന്തു വന്നാലും സങ്കീർത്തനം 15 വായിച്ച 15:4, Psalms 15:4. സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും. ഇതാണ് ഒരു ദൈവ പൈതലിനെ പറ്റി. പഴയ നിയമഭക്തന്മാരോട് പരിശുദ്ധാത്മാവ് ഇതാ പറഞ്ഞെങ്കിൽ പുതിയ നിയമഭക്തന്മാർ എത്ര അധികം. നമ്മളെ അതിനെ സഹായിക്കുവാൻ ഒരു ഇൻബിൽഡ് ഹെൽപ്പറോട് നമുക്കുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധ ഒരു കാര്യം പറഞ്ഞാൽ അത് സത്യമായിരിക്കണം. ആ സത്യത്തിൽ നിന്ന് ഇനി ലോകമല്ല, ഗവൺമെൻറ് അല്ല, ഏത് അതോറിറ്റി വന്നാൽ, നമ്മൾ പല കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ സത്യം പറയണം. അതുകൊണ്ട് ജോലി പോകുന്നെങ്കിൽ എന്ത് ചെയ്യട്ടെ? അപ്പോഴാണ് നമ്മൾ അറിയാൻ പോകുന്നത് അതിലും നല്ല ശ്രേഷ്ഠമേറിയ ജോലി കർത്താവ് നമുക്ക് വേണ്ടി പിറ്റേ ദിവസം ഒരുക്കും. ഇനി ഒരു മാസം ക്ഷീണത്തിൽ പോകാൻ ദൈവം അനുവദിച്ചാലും സ്തോത്രം, ഒരു ബ്രാക്കറ്റ് പീരീഡ് പരീക്ഷണ കാലഘട്ടം കാണും, നമ്മൾ പെറുവർക്കുമോ എന്നൊക്കെ നോക്കാൻ കർത്താവ് എന്ത് ചെയ്യും? അടുത്ത ജോലി ദൈവം
ദൈവത്താൽ ഒരുക്കപ്പെടുന്ന ജോലികളും വരുമാന മാർഗങ്ങൾക്കൊക്കെ എത്ര അനുഗ്രഹം ഉണ്ടെന്നറിയാം. കാര്യം അതിൻ്റെ ഉത്തരവാദിത്വം ആരാണ്? അപ്പോൾ എല്ലാത്തിനും സത്യം വേണം. പിന്നെ ഒരു വാക്ക് പറഞ്ഞാൽ എന്ത് ചെയ്യണം? അതൊരു വാക്കായിരിക്കണം. പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ യാക്കോബിൻ്റെ ലേഖനം അവിടെ എഴുതിയിരിക്കുന്ന ഇരു മനസ്സുള്ളവൻ എഴുതിയിരിക്കുന്നില്ല. യാക്കോബ് 1:7-8 നമ്മൾ വായിക്കുമ്പോൾ ഇരു മനസ്സുള്ളവൻ അവൻ അസ്ഥിരൻ, അവൻ്റെ വഴികളിലൊന്നും അവന് ശുഭം വരത്തില്ല, അവന് ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കുവാൻ കഴിയത്തില്ല. ഡബിൾ മൈൻഡഡ് മാൻ. നിങ്ങൾക്ക് അറിയാവുന്ന വാക്യോടെ ഞാൻ പറഞ്ഞു പോവാം. യാക്കോബ് 1:7-8 ആണ്. ഇരു മനസ്സുള്ളവൻ, ഇവിടെ ഇരു വാക്കുള്ളവൻ. ഒരു ദൈവ പൈതലിൽ നിന്ന് നമ്മൾ അടുത്ത ശുശ്രൂഷ ലെവലിലേക്ക് കടക്കുന്ന ദൈവമക്കളാണല്ലോ നിങ്ങൾ. അതിൻ്റെ ഒരു ആരംഭം മാത്രമാണ് കേട്ടോ. ഇവിടെ പാട്ടുകൾ പാടാൻ അവസരം കിട്ടുന്നു, ഇവിടെ പ്രബോധനങ്ങൾ ഇപ്പം 5 മിനിറ്റ് കിട്ടുന്നുണ്ട്. നമ്മളെല്ലാം ശുശ്രൂഷയിൽ എന്ത് ചെയ്യുക? ദൈവം തരുന്ന ഓരോ അവസരങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ദേശത്തിൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് കർത്താവ് ആക്കി വെച്ചിരിക്കുന്നു. സഭ നിങ്ങളെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്, ദൈവവും നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ട് അവിടെ വിസിറ്റ് ചെയ്യുവാൻ. അപ്പോൾ ഈ ശുശ്രൂഷയൊക്കെ കർത്താവ് ഇതിൻ്റെ ആരംഭം നമ്മളെ ചെയ്യുവാൻ അനുവദിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഒരു അഹങ്കാരം വരാൻ ചാൻസ് ഉണ്ട്. വരും എന്ന് ബൈബിള് പറയുന്നു. അതുകൊണ്ടാണ് എളിയ ശിഷ്യൻ അരുത്. എളിയ ശിഷ്യൻ എന്ന് പറഞ്ഞ പ്രായത്തിലല്ല, അനുഭവത്തിൽ അല്ലെ ശുശ്രൂഷ പരിചയത്തിൽ. ദൈവമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ടത്. ഞാൻ ചിലത് കർത്താവിന് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയ ഒത്തിരി പേരെ ബൈബിളിൽ നമ്മൾ കാണുന്നു. അങ്ങനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മോശ എന്തോ പറഞ്ഞു, ഞാൻ ട്രെയിൻഡാണ്, ഞാൻ ഒറ്റ അടിക്കല്ല എന്തോ വേണം, ഞാൻ ഏറ്റവും ബെസ്റ്റ് ട്രെയിനിങ് ലഭിച്ചവൻ. എല്ലാ രീതിയിലും അടിപിടിക്ക് മാത്രമല്ല, അല്ലെങ്കിൽ അഭ്യാസത്തിന് മാത്രമല്ല, ജ്ഞാനവും പരിജ്ഞാനവും ഒരു രാജ്യം നടത്തുവാനുള്ള ട്രെയിനിങ് ലഭിച്ചവനാണ്. ആര്? ഒരു ഫറവോനാകാൻ, ഒരു രാജ്യം നടത്തുവാൻ. ഫറവോൻ്റെ പെങ്ങട് ആ കൊട്ടാരത്തിൽ വളർന്നെങ്കിൽ അതുപോലൊരു രാജകീയ ട്രെയിനിങ് ലഭിച്ചവൻ, ബെസ്റ്റ് ടീച്ചേഴ്സ് പഠിപ്പിച്ചവൻ. ഒറ്റ അടി, ഞാൻ അടിച്ചെല്ലാത്തിനെ റെഡിയാക്കാം. ചിലർ നമ്മൾ പറയുമല്ലോ, ശരിയായില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സഭയിൽ നടക്കുമോ? അടിച്ച് നേരെയാക്കാൻ പറ്റുമോ? ഭവനത്തിൽ പോലും അതിന് പരിമിതികളുണ്ട്. അടിച്ച് നേരെയാക്കാൻ പറ്റും? പറ്റത്തില്ല. ഭർത്താവ് ഭാര്യയും ഒക്കെ അടിച്ച് നേരെയാക്കാൻ പോയാൽ മക്കളെയും എല്ലാവരെയും അടിച്ചങ്ങോട്ട് നേരെയാക്കാം. അടിക്കേണ്ട പ്രായമുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർക്ക് സുബോധം ഇല്ലാത്ത പ്രായം. സുബോധം വരുന്ന പ്രായത്തിൽ എന്ത് ചെയ്യണം? അതിനല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ വർക്ക് ചെയ്യണം. അവർക്ക് സ്വർഗീയ ജ്ഞാനം ലഭിക്കണം. അതവർക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അവരും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, റിലേഷൻഷിപ്പിൽ എവിടെയോ കുഴപ്പമുണ്ട്. അവരെ ഉപദേശിക്കണം, കറക്ഷന് വേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. അപ്പം മോശ ഒന്ന് വിചാരിച്ചതാ സ്വന്തം കഴിവിൽ ജനത്തെ ഒന്ന് നേരെയാക്കാനും ഒന്ന് വിടുവിക്കുവാനും, ഈ അടിമയുഗത്തിൽ നിന്നൊന്ന് വിടുവിക്കുവാൻ. കാര്യം അവന് 2 അതോറിറ്റിയുമുണ്ട്. അവൻ്റെ സ്വജനം അനുഭവിക്കുന്നു, അവൻ ഭരണപക്ഷത്തിലാണ്. അവൻ ഭരിക്കുന്ന കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയ ഓരോ ദിവസം വന്നിട്ടാണ് അവൻ ഈ ശുശ്രൂഷ ചെയ്യാൻ ശ്രമിക്കുന്നത്. അവൻ്റെ ബുദ്ധിയിൽ ഈ ശുശ്രൂഷ ചെയ്യാൻ ശ്രമിച്ചു. ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട് എന്ന് അവനറിയാം. അത് പലവട്ടം ദൈവം ഇടപെട്ടതാണ്. ദൈവം അവനോട് ഇടപെട്ടത്, അവനോട് വ്യക്തമായിട്ട് സംസാരമായിട്ട് പിന്നീടാണ് സംസാരിക്കുന്നെങ്കിൽ പോലും പലവട്ടം അവൻ നശിച്ചു പോകേണ്ടതായിരുന്നു. ദൈവം അവരിൽ നിന്നൊക്കെ, ആ ഒഴുകുന്ന വെള്ളത്തിൽ നിന്നൊക്കെ അവനെ കളഞ്ഞതാണ്. ദൈവം അവനെ വിടുവിച്ചത്. അപ്പോൾ അവനറിയാം. അതുകൊണ്ട് ഞാനാണ് ആ ശുശ്രൂഷയ്ക്ക് ജനത്തെ വിടുവിക്കുവാൻ പ്രാപ്തൻ. പക്ഷേ അവൻ ഒന്ന് പ്രാപ്തിയോടുകൂടി ഒന്ന് നോക്കിയതാ, പരാജയപ്പെട്ടു പോയി. അപ്പം എളിയ ശിഷ്യൻ ശുശ്രൂഷയിൽ ആരംഭിക്കുന്നുണ്ടെന്ന് എനിക്കും നിങ്ങൾക്കും ഒക്കെ എന്തു വരാം? അഹങ്കാരം വരാം. ദൈവം നമ്മളെ പണിയുന്ന ഏരിയകളാണ്. അപ്പം ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവം ഏൽപ്പിക്കും, ദൈവം താഴ്ത്തും. ദൈവം പിന്നെയും ഇച്ചൂടെ ഏൽപ്പിക്കും, ദൈവം പിന്നെയും ഇച്ചൂടെ താഴ്ത്തും. ഇത് രണ്ടും കൂടെ പാരലായിട്ട് പോകുന്ന. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾക്കും ശുശ്രൂഷയൊക്കെ ഇഷ്ടമാണ്, ഞങ്ങൾക്കും എന്ത് ചെയ്യണം പാസ്റ്ററെ? ശുശ്രൂഷ ചെയ്യണം. പക്ഷേ ഈ താഴ്ത്തുന്ന ഏരിയ, ഈ സാത്താനോട് നേരിട്ടുള്ള പോരാട്ടത്തിൻ്റെ വേദനകൾ, വില കൊടുക്കേണ്ട അവസ്ഥകൾ, ജീവിതത്തിൽ വരാൻ പോകുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും, സ്തോത്രം, ഭയങ്കര തീച്ചൂളയുടെ അനുഭവങ്ങൾ, അതൊക്കെ ഈ ശുശ്രൂഷയിലുണ്ടെന്ന് മറന്നു പോകല്ലേ. പക്ഷേ തീയുടെ മധ്യത്തിൽ കർത്താവ് ഉണ്ട് നമ്മുടെ കൂടെ. ശുശ്രൂഷയ്ക്ക് നിന്നെ വിളിച്ചോ, ദൈവം നിന്നെ ഉപയോഗിക്കും. സമർപ്പിച്ചാൽ മതി. ഹല്ലേലൂയ. നമ്മൾ ഇളകിപ്പോകാതിരിക്കാൻ മാത്രം എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ കാൽപാദങ്ങൾ നമ്മൾ താഴ്ത്തി നമ്മളെ തന്നെ സമർപ്പിക്കണം. കാര്യം ശുശ്രൂഷ പ്രസംഗമല്ല, ശുശ്രൂഷ പാട്ടല്ല, ആ പദത്തിൽ തന്നെ ഉണ്ട് മറ്റുള്ളവരെ കർത്താവിലേക്ക് നേടുവാൻ, മറ്റുള്ളവരായിരിക്കുന്ന ബന്ധനത്തിൽ നിന്ന്, കുഴിയിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കാൻ പോവുക.
അപ്പോൾ അവരെക്കാൾ എന്നെ ദൈവം ആദ്യം എന്ത് ചെയ്യും? അവരുടെ ലെവലിലേക്ക് ദൈവം എന്നെ അങ്ങ് താഴ്ത്തും. അവരെന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യണ്ടേ? സ്തോത്രം. അതെല്ലാം ഈ ശുശ്രൂഷയിലുണ്ട്. അവരെ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുവാനുള്ള ജ്ഞാനവും ശക്തിയും ഒക്കെ കർത്താവ് തരും. എത്രത്തോളം ദൈവം എന്നെ ഉപയോഗിക്കുമ്പോൾ കർത്താവെ ആ ഒരു കേസിൽ അവരുടെ വിടുതലിനായിട്ട് ദൈവം എന്നെ ഉപയോഗിച്ചു, അവരോട് പറയേണ്ട ആലോചന ദൈവം എനിക്ക് തന്നു. നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കി. ഒരു വർക്ക്ഷോപ്പുകാരൻ, നമ്മുടെ ഇവിടെ ഒരു സഹോദരന് 30 വർഷമായിട്ടൊരു വർക്ക്ഷോപ്പ് നടത്തുവാൻ, എല്ലാ വണ്ടികളൊക്കെ പണിയുന്നത് ഒരു വലിയ ലിമിറ്റഡ് കമ്പനി, ഒരു വലിയ വർക്ക്ഷോപ്പാണ്. ഇപ്പോൾ വർക്ക്ഷോപ്പിലൊക്കെ നിങ്ങളും വണ്ടികളൊക്കെ കൊടുക്കുന്ന, അപ്പോൾ വർക്ക്ഷോപ്പിലെ മെയിൻ സൂപ്പർവൈസർ അവിടെ നിൽക്കുവാന്ന് വിചാരിച്ചോ. ഒരു വണ്ടി ഇങ്ങോട്ട് വന്ന് ആ വണ്ടിയുടെ ടാപ്പറ്റ് അല്ലെങ്കിൽ വാൽവ് മാറണം കേട്ടോ. ഓക്കെ, അടുത്ത വണ്ടിയുടെ വരും, അതിൻ്റെയും വാൽവ് അങ്ങ് എല്ലാ വണ്ടിക്കും ഒരു കംപ്ലയിൻറ്റ് പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നടക്കുമോ കാര്യങ്ങൾ? ആ വർക്ക്ഷോപ്പിലോട്ട് പിന്നെ ആരെങ്കിലും വരുമോ? ആ വണ്ടി പിന്നെ ഓടുമോ? ഇല്ല. ഓരോ വണ്ടിയും അറിഞ്ഞ് അതിൻ്റെ ശബ്ദം കേട്ട് കുറച്ച് ദൂരം ആ വണ്ടിക്ക് ട്രയൽ ഓടുക എന്ന് പറയും. ട്രയൽ ഓടിച്ച് അതിൻ്റെ കുറവുകൾ മനസ്സിലാക്കിയാണ് എന്ത് ചെയ്യുന്നത്? ആ വണ്ടിക്ക് ആവശ്യമായ, ഡോക്ടേഴ്സ് ആണെങ്കിലും അങ്ങനല്ലേ, ആ വണ്ടിക്ക് ആവശ്യമായ ട്രീറ്റ്മെൻറ്റാണ് എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സ്തോത്രം ഹല്ലേലൂയ, ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു മെക്കാനിക് അങ്ങനെ ചെയ്യുന്നെങ്കിൽ, ഒരു എഞ്ചിനീയർ അങ്ങനെ ചെയ്യുന്നെങ്കിൽ, ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും ആവശ്യമായ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച്, അപ്പം ഒരു ശുശ്രൂഷകൻ എങ്ങനെ ആയിരിക്കണം? ഘനശാലി ആയിരിക്കണം, മനസ്സുള്ളവരായിരിക്കല്ല, വാക്കുള്ളവരായിരിക്കല്ല എന്ന് പറഞ്ഞിട്ടാണ് അടുത്തത്. ശുശ്രൂഷകനും ദൈവദാസനെ പോലെ എന്ത് ചെയ്യല്ല? ഷുഡ് നോട്ട് ബി ഗ്രീഡി ഫോർ മണി, ദുർലാഭമോഹി, അങ്ങനെയൊക്കെ ഭയങ്കര പഴയ മലയാളമൊക്കെ പറയുമ്പോൾ ദ്രവ്യാഗ്രഹി ആയിരിക്കല്ലെന്ന്. പണത്തിനോടുള്ള സ്നേഹം ഉണ്ടായിരിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു ദൈവദാസൻ ദ്രവ്യാഗ്രഹി ആയാൽ പിന്നെ അവൻ്റെ പ്രസംഗം മുഴുവനും എന്തിനായിരിക്കും ഫോക്കസ്? നിങ്ങൾ ഈ ലോകത്തിൽ ദൈവദാസൻ നിങ്ങളൊന്ന് വലുതായാലല്ലേ ഉള്ളൂ നിങ്ങളുടെ ഓഫറിങ് ഇവിടെ കൂടത്തുള്ളൂ. നിങ്ങളൊന്ന് അനുഗ്രഹിക്കപ്പെടുന്നതിന് കൂടാണ് ദൈവദാസനും അനുഗ്രഹിക്കപ്പെടുന്നത്. അപ്പോൾ ദൈവദാസൻ്റെ പ്രസംഗം മുഴുവൻ എന്തായിരിക്കും? പുള്ളിയുടെ ഫോക്കസേ മാറിപ്പോയി. പുള്ളിയുടെ ഫോക്കസ് മുഴുവൻ ലോകമായിപ്പോയി. പുള്ളിയുടെ ഫോക്കസ് മുഴുവൻ മക്കളെ എവിടെയെങ്കിലുമൊക്കെ അയച്ച് പണം സമ്പാദിപ്പിക്കണം, അതിനുവേണ്ടിയുള്ള ട്രെയിനിങ് ആയിപ്പോയി, അതിനുവേണ്ടിയുള്ള ഉപദേശമായിപ്പോയി മക്കളോടും അടുത്ത തലമുറയോടും. ആ ഉപദേശം തന്നെ സഭയോട് ഉപദേശിക്കും. ഞങ്ങളിവിടെ അല്ല, ഞങ്ങൾ വലിയ വലിയ സൂപ്പർ ലക്ഷറി, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ഉപദേശിക്കുന്ന സഭകൾ ഈ പട്ടണത്തിലുണ്ട്. ദൈവമക്കളെ, എല്ലാ ദൈവദാസന്മാരും ദൈവമക്കളും രക്ഷിക്കപ്പെട്ട സമയത്ത് ഇങ്ങനെയൊന്നും അല്ല സമർപ്പിച്ചത്. ദൈവം എന്നെ എങ്ങനെ നടത്തുന്നോ അത് മതി. സ്തോത്രം. പിന്നീട് പല കാരണങ്ങളാൽ, പല അനുസരണക്കേടുകളാൽ പരിശുദ്ധാത്മാവ് ഒരാളെ വിട്ടുപോകുമ്പോഴല്ലേ ഈ ദ്രവ്യാഗ്രഹം വരുന്നത്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂല കാരണമാണ്. സ്തോത്രം. പലരും അത് മോഹിച്ച് തെറ്റിപ്പോയി. അപ്പോൾ ഒരു ദൈവദാസനെ പോലെ തന്നെ ഒരു ശുശ്രൂഷകനും എന്തായി തീരല്ല. ഒരു വാക്ക് പറഞ്ഞാൽ വാക്കിൽ നിൽക്കുന്നവനായിരിക്കണം. അത് ലോകത്തോടും സഭയോടും ദൈവമക്കളോടും. അപ്പോൾ ഓരോ തീരുമാനമെടുത്താൽ അത് തീരുമാനത്തിൽ നിലനിൽക്കുവാൻ അവൻ ഘനശാലി ആയിരിക്കണം. എന്നിട്ടേ മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ കഴിയത്തുള്ളൂ. എന്നിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ദ്രവ്യാഗ്രഹി ആയിരിക്കല്ല, അല്ലെങ്കിൽ ദുർലാഭമോഹി ആയിരിക്കല്ല. പിന്നെ 9-ാമത്തെ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷി. സ്തോത്രം. ഇവിടെ 2 കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ മർമ്മം, താഴോട്ട് 16-ാമത്തെ വാക്യത്തിലൊക്കെ ആ മർമ്മം എന്തുവാന്ന് അവിടെ ഈ അധ്യായത്തിൽ തന്നെ ദൈവദാസൻ വെളിപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ തിമോത്തിയോസിനോട് പഠിപ്പിക്കുവാൻ പറയുന്നുണ്ട്. കാരണം ഒരു ശുദ്ധ മനസാക്ഷി ഉള്ളവനാണ് ഈ ദൈവിക മർമ്മങ്ങൾ ദൈവദാസനെ വെളിപ്പെടുത്തുന്ന പോലെ തന്നെ കൂട്ടു ശുശ്രൂഷകർക്കും കൂടെ നിന്ന് സഭയോട് ചേർന്ന് സഭ എന്തുവാന്ന് ഇവിടെ തന്നെ താഴോട്ട് വരുമ്പോൾ എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആലയമാ, ദൈവത്തിൻ്റെ ഭവനമാ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ദേശത്തെ സഭ, ദൈവം നമ്മുടെ വസിക്കും, ദൈവം നമ്മുടെ മധ്യത്തിൽ വസിക്കുമ്പോൾ, നമ്മളെല്ലാം വിശുദ്ധിയിൽ നമ്മളെ തന്നെ ഒരുക്കുമ്പോൾ ജനമറിയും, ജാതികളറിയും ഇവരുടെ മധ്യത്തിൽ ദൈവമുണ്ട് എന്നറിയും. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, കൂടെ നിൽക്കുന്ന ശുശ്രൂഷയിൽ നിൽക്കുന്നവരും എങ്ങനെയായി തീരണം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവർ ദ്രവ്യാഗ്രഹികളാകല്ല. ഈ ദ്രവ്യം വലിയ പ്രോബ്ലമാണ്. മറ്റുള്ളവരുടെ ദ്രവ്യം എനിക്ക് കിട്ടണം എന്ന് പറയുന്ന പോലെ തന്നെയുള്ളൊരു ദ്രവ്യാഗ്രഹമാണ്. എനിക്ക് ദൈവം ഏൽപ്പിച്ചത് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കത്തില്ല, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന പോലെ ദൈവവേലയിൽ ഞാനത് അതിൻ്റെ ഒരു ഓഹരി സമർപ്പിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതൊരു ദ്രവ്യാഗ്രഹമാണ്. പലരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് തന്നെ തികയുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് ദൈവവേലയ്ക്ക് കൊടുക്കുന്നത്?
ദൈവവേല അത് വാക്കിൽ തന്നെ ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ വേലയായതുകൊണ്ട് ദൈവവേല മുൻപോട്ട് പോകും. അപ്പം ഈ പണത്തിനോടുള്ള സ്നേഹം, സ്തോത്രം, പണം നമ്മൾ ഏൽപ്പിച്ചതാരാ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ. നമുക്ക് കഴിവും ആരോഗ്യവും തന്നതാരാ? ദൈവത്തിൻ്റെ ഇതെല്ലാം ഞാൻ എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിനു വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ വിശ്വസ്തനായിത്തീരുന്നത്? എങ്ങനെയാണ് ദൈവത്തിൻ്റെ നീതി എൻ്റെ കുടുംബത്തിൻ്റെ മേലോടുന്നത്? ഞാൻ രാപകൽ അവസാനിക്കും എന്നും ഓട്ടപ്പേഴ്സായിട്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ലാതെ നടക്കേണ്ടി വരും. കാരണം വേറെ ഒന്നുമല്ല, കാരണം ദൈവത്തിൻ്റെ നീതി എൻ്റെ മേൽ. അപ്പോൾ ശുശ്രൂഷകരും ഞാൻ മറ്റുള്ള ഒരാളെ ഉപദേശിക്കുന്നെങ്കിൽ, ദൈവദാസനും, ഞാനെപ്പോഴും ദൈവദാസന്മാരോടും പറയുന്ന, അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള ദൈവദാസന്മാർ പേഴ്സണലി പറയുന്ന ഒരു കാര്യമാണ്, ദൈവദാസന്മാരുടെ വരുമാനത്തിൽ നിന്നും എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്ന ഒരു ഓഹരി കർത്താവിൻ്റെ വേലയ്ക്കായിട്ടും ദൈവം പറയുന്ന ഒരു കാര്യങ്ങൾ ദൈവവേലയുമായിട്ട്, സ്വർഗരാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് അതങ്ങോട്ട് മാറ്റി വെക്കണം. അത് എനിക്കുള്ളതല്ല, അതെൻ്റെ മക്കൾക്കുള്ളതല്ല, എൻ്റെ കുടുംബത്തിനുള്ളതല്ല. ദൈവദാസനും മനസ്സിലാക്കണത് ആർക്കുള്ളതാണ്? ദൈവം പറയുന്ന അത്രയും പെർസെൻറ്റേജ്, അത് ആ ഓഹരി, അത് ഓരോ മാസവും അത് നമ്മൾ പരിശുദ്ധാത്മാവിനാലാണ് നടത്തപ്പെടുന്നത്. അതുകൊണ്ട് പഴയ നിയമം പോലും നമ്മളൊരു സ്ട്രിഞ്ചൻറ്റ് പെർസെൻറ്റേജിൽ നിൽക്കുകയല്ല, അത് പരിശുദ്ധാത്മാവ് പറയുന്ന പോലെ ദൈവം ഏൽപ്പിച്ചതാരാ? എന്നെ ദൈവം ഏൽപ്പിച്ചതാരാ? ദൈവത്തിൻ്റെ ദൈവമാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുമ്പോൾ ഓരോ മാസവും എങ്ങനെ കൈകാര്യം ചെയ്യും. അവിടെ ഫെയ്ത്ത്ഫുൾ ആകുമ്പോഴാണ് എനിക്ക് പ്രാഗൽഭ്യത്തോട് മറ്റുള്ള ഒരാളുടെ ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ എനിക്ക് അവരെ ഉപദേശിക്കുവാൻ, അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഉപദേശിക്കുവാൻ എന്ത് ചെയ്യണം? യോഗ്യരാകണം, അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതിയിരിക്കുമ്പോൾ സമർത്ഥനാകണം. നമ്മൾ മേലിൽ വായിച്ചല്ലോ. 9-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത്, അങ്ങനെയുള്ള ഒരാൾക്കാണ് നല്ല മനസ്സാക്ഷി വരണം. ഞാൻ ഇപ്പോൾ ഒരു ദൈവദാസൻ എന്നുള്ള രീതിയിൽ പറയുക, എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ഞാനും മനുഷ്യനാണ്. കഴിയുന്ന അത്രയും ഞാൻ എന്ത് ചെയ്യും? കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പെർഫെക്റ്റായിട്ട് നിൽക്കുവാനല്ല. ഞാൻ പഠിപ്പിക്കുന്ന വചനം അത് എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു കാര്യം ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ കർത്താവും എന്നെ സമ്മതിക്കത്തില്ല, പിശാച് ബാധിക്കും. ഇല്ലേ? സ്കേവയുടെ മക്കൾക്ക് എന്തുവാ പറ്റിയ? പുരോഹിതൻ്റെ മക്കളാണ്. ജീവിതത്തിൽ ഇല്ലാത്തത് പ്രസംഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ അനുഭവം എന്തുവാന്ന് നമുക്ക് കാണാം. ഓരോരുത്തരുടെ അനുഭവങ്ങൾ, കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെ തൊട്ട് പഴയ നിയമ ഭക്തന്മാരുടെ ഒക്കെ അനുഭവം നമുക്ക് കാണാം. അപ്പം ഞാൻ കഴിയുന്നത്രയും ഞാൻ ഉപദേശിക്കണമെങ്കിൽ, ഒരു വിഷയം ഉപദേശിക്കണമെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യണം? ആ വിഷയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ നോക്കണം, ക്രമീകരണം പ്രാപിക്കണം, ദൈവസന്നിധിയിൽ തീരുമാനം എടുക്കണം. എന്നിട്ടാണ് എനിക്ക് പ്രാഗൽഭ്യത്തോടുകൂടി പബ്ലിക്കോടുകൂടി എന്ത് ചെയ്യണം. അതുപോലെ തന്നെ കൂടുള്ള ശുശ്രൂഷകരും അവർ ഉപദേശിക്കണമെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ, നമ്മൾ 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ പോലെ, വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷിയോടുകൂടി ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ സമർപ്പിക്കുക. നിങ്ങളുടെ പ്രോബ്ലംസ്, ദൈവം എല്ലാത്തിനും മതിയായവനാണെന്നും എൻ്റെ ജീവിതത്തിൽ കൂടെ ഒരു മാതൃകയായിട്ട് ഞാനത് കാണിച്ചു കൊടുക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തതും പ്രസംഗിക്കാൻ എനിക്ക് പറ്റും, നന്നായിട്ട് പ്രസംഗിക്കാൻ പറ്റും. നമ്മൾ ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഭയങ്കര ബഹളം വെച്ച 3 നേതാക്കന്മാർ, നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ച 3 നേതാക്കന്മാർ മിണ്ടത്തില്ല, അവരിടഞ്ഞ് നിൽക്കുക, എന്നിട്ട് ഇന്നലെ തൊട്ട് നമ്മൾ കണ്ടു ഇടഞ്ഞ് തന്നെയാണ് നിൽക്കുന്നത്. ഒരു സന്തോഷവുമില്ല, പോരായിരിക്കും ഉള്ളിൽ. പക്ഷേ അവർ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങളെ ചിരി ഒന്ന് ശ്രദ്ധിച്ചോ? ചിരിച്ചതും കൂടെ പ്രസ് മീറ്റിനും മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞ്, ഞങ്ങൾ പഴയ സുഹൃത്ത്, ഞങ്ങൾ എത്ര രാജ്യങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്താൽ, പിന്നെ അടുത്ത 2 പേര് ചേർന്ന് അവരും അങ്ങോട്ടിരുന്നു, പിന്നെ എൻ്റെ നേതാവല്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുന്നു. ഉള്ളിലെന്തുവാ? അവർക്ക് പറ്റുമത്. ഞാൻ ചിരിയിൽ ശ്രദ്ധിച്ചു. ഒരാളുടെ ചിരി അത്ര അങ്ങോട്ട് പുഞ്ചിരി വരുന്നില്ല, പക്ഷെ ഒരാൾ ഭയങ്കരമായിട്ട് ഉള്ളിലുള്ളതൊക്കെ മറച്ച് വെച്ച് മനസാക്ഷിയെപ്പോലും തോൽപ്പിച്ചുള്ള ഒരു നിഷ്കളങ്ക ചിരി എന്ന് നമുക്ക് തോന്നിക്കുന്നത്. ആ പുള്ളി ഭയങ്കരനാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം ശരീരത്തിനൊരു രീതിയുണ്ട്, നമ്മുടെ ഇമോഷൻസ് നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കും. ആ ഇമോഷൻസിനെ പോലും തോൽപ്പിച്ച് ആ പുള്ളി ചിരിച്ചു കളയും. രാഷ്ട്രീയക്കാരങ്ങനെ, അതിനാണ് അവരെ അങ്ങനെ വിളിക്കുന്നത്. അവരുടെ ഡിപ്ലോമാറ്റിക് ചിരിയെന്നോ എങ്ങനെ വേണം, അഭിനയമാണ്, പകുതി അഭിനയമാണ്. പക്ഷേ അവർ ഭയങ്കരമായിട്ട് നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ളവരാണ് ലോകത്തിൽ വലിയവരായിത്തീരുന്നത്. വചനം പറയുന്നത് എന്തുവാ? അങ്ങനെ അരുത്. ശുദ്ധ മനസാക്ഷിയിൽ കൂടി വേണം ഈ വിശ്വാസത്തിൻ്റെ മർമ്മം അവർ പ്രസംഗിക്കാൻ.
നിങ്ങളൊരു കാര്യം പബ്ലിക്കായിട്ട് പറയും. അതുകൊണ്ട് ഞാൻ ഓരോ പ്രാവശ്യവും നിങ്ങളോട് പറയുന്നത്, വേറെ ആരെങ്കിലും ദൈവദാസന്മാർ വേറെ എവിടുന്നെങ്കിലും കേട്ടത്, അവിടുന്ന് കേട്ടത്, ഇവിടുന്ന് കേട്ടത്, അവിടുന്ന് കേൾക്കുന്നതിൽ നിന്നൊരു വചനം നിങ്ങളെ പ്രകാശിപ്പിക്കും, ഒരു ചിന്ത നിങ്ങളെ പ്രകാശിപ്പിക്കും. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് ആ ചിന്ത എടുത്ത് അല്ലെ ആ വാക്യം എടുത്ത് നിങ്ങൾ ധ്യാനിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് പറയുമ്പോൾ അവിടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ച് വരുന്നത്. ശുദ്ധ മനസാക്ഷിയോടുകൂടി പ്രാഗൽഭ്യത്തോട് ഏത് പിശാച് വന്നാലും ഏത് ത്രിമൂർത്തി വന്നാലും നിങ്ങൾക്ക് പ്രാഗൽഭ്യത്തോടുകൂടി പബ്ലിക്കായിട്ട് ശുശ്രൂഷിക്കാൻ പറ്റും. ഞങ്ങൾ ഓർക്കുന്നു, ആ ഒരു പട്ടണം ഞങ്ങൾ മറക്കത്തില്ല. തൂത്തിക്കുടിക്കടുത്തുള്ള ഒരു മൂർത്തീഷ്പുരം എന്നുള്ള ഒരു പട്ടണം, ഒരു സ്ഥലം മരുഭൂമി പോലെ കിടക്കുക, വെള്ളമൊന്നുമില്ല. ഞാൻ ഒരിക്കൽ പണ്ട് നിങ്ങളോട് പറഞ്ഞത്, അവിടെ ഞങ്ങൾ തന്നെ കുളിച്ചത് എങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞത്. അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലാത്ത വിഷമം വരും, അറപ്പൊക്കെ വരും. ആ സ്ഥലത്ത് ആ മൂർത്തീഷ്പുരം എന്നുള്ള പേര് വീഴുന്നത് അവിടെ ഒന്നും സുവിശേഷം ഇതുവരെ അറിഞ്ഞിട്ടില്ല. വണ്ടിയുടെ കാരിയറിൻ്റെ മണ്ടയ്ക്ക് 12 ദൈവദാസന്മാർ, സുമോ ആയിരുന്നു. വണ്ടിക്കകത്ത് 9 ദൈവദാസന്മാർ, ജനറേറ്റർ. അങ്ങനെയാണ് ഞങ്ങളൊരു 3-4 ദിവസം അല്ല ഒരാഴ്ചയോളം ആ മൂർത്തീഷ്പുരം മുഴുവൻ സുവിശേഷം പ്രസംഗിച്ചത്. രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന സമയത്ത് അവിടെ ഈ വിൻമിൽസ് വെച്ചിട്ടുണ്ട്, മറ്റേ കാറ്റാടികൾ 5000 10,000 ഒക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്പീക്കറെല്ലാം അടിച്ച് താഴെയിട്ട് ഞങ്ങളിങ്ങനെ പിടിച്ച് നിൽക്കേണ്ട ഗതികൾ വന്നു. ഈ സുവിശേഷം അങ്ങോട്ട് പ്രസംഗിച്ച് നല്ല അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ ത്രിമൂർത്തികളെല്ലാം കൂടെ അവിടെ ഇളകിയ സുവിശേഷം പ്രസംഗിക്കുക, അവിടും പ്രാഗൽഭ്യത്തോട് താഴെ വീണ് അടിച്ച് ഞങ്ങളുടെ നെറ്റ് ഇളകി. ഇതൊന്നുമല്ല, ഭയങ്കര വലിയ സ്പീക്കറാണ്. നെറ്റ് ഇളകി സ്പീക്കർ വെളി വീണു. നമ്മൾ തന്നെ ഇത് പണിയുന്ന ആളായതുകൊണ്ട് തിരിച്ചെല്ലാം ഈ കുടലൊക്കെ തിരിച്ച് കയറ്റി വെക്കും. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുക. പ്രസംഗിച്ച ദൈവദാസൻ പപ്പയാൻ തോന്നുന്നു പ്രസംഗിച്ച്. ആ ദിവസങ്ങളൊക്കെ രാത്രിയിലത്തെ കൺവെൻഷൻ പ്രസംഗിച്ച അതിശക്തിയോടുകൂടി പ്രസംഗിച്ചു. തിരിച്ച് ഞങ്ങൾ 2 പേര് ഞങ്ങൾ ഇതാ പണി, സ്പീക്കർ വെച്ചു. ഞങ്ങൾ പിന്നെ ഓരോ 2 ദൈവദാസന്മാർ പിടിച്ചിട്ട് തീർന്നില്ല, 3-4 ദൈവദാസന്മാർ അതിനെ പിടിച്ചു. കാര്യം അത് ഇച്ചിരി കിളത്തിയുമാണ് വെച്ചിരിക്കുന്ന, സൗണ്ട് ദൂരെ പോകാൻ. അതുപോലെ പിശാച് ഇളകി വരുന്ന ഗ്രാമങ്ങളുണ്ട്. ആ ഗ്രാമവും ഞങ്ങൾ മറക്കത്തില്ല. ഞങ്ങൾ ഇരുത്തിയിട്ടില്ല, ഉറക്കിയിട്ടില്ല. അവിടെ വാഹനമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ പാസ്റ്റർമാരെയും കൂടി കാരിയറിൽ കയറ്റേണ്ട വന്നത്. അതുപോലെ സുവിശേഷം ആദ്യമായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് പിശാച് ഉറങ്ങി അവകാശം പറഞ്ഞിരിക്കുന്നത്, അവിടെ ചെന്ന് യേശുവാണ് രക്ഷകൻ എന്ന് വിളിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ഫൈറ്റാണ് ഞാൻ ഈ പറഞ്ഞത്. ഞങ്ങൾക്ക് ആഹാരമാട്ടം, ഞങ്ങളെല്ലാം ശാരീരികമായിട്ട് ക്ഷീണിച്ചു പോയി, തളർന്നു പോയി. പക്ഷെ ദൈവം ഞങ്ങളെ ആത്മാവിൽ ബലപ്പെടുത്തി ആർക്കും ഒന്നും കുഴപ്പം പറ്റാതെ, സ്പീക്കറിനും ചില വിഷയങ്ങൾക്കൊക്കെ കുഴപ്പം പറ്റിയുള്ളൂ. ജനങ്ങൾ വന്നു, ഗ്രാമതലവൻ വന്നു. ഞങ്ങൾക്ക് വെള്ളമില്ലെന്നറിഞ്ഞ് പുള്ളിയുടെ ഗ്രാമകേന്ദ്രയിൽ നിന്ന് ഞങ്ങൾക്ക് വെള്ളം അതിനുള്ള കാര്യങ്ങൾ പുള്ളി തന്നെ പുള്ളിയുടെ പമ്പൊക്കെ വെച്ച് തരിക. പിന്നെ അപ്പോഴാണ് ആദ്യത്തെ പ്രസംഗത്തിനൊന്നും ആദ്യമില്ല. ഞങ്ങൾ ഒരു മനുഷ്യൻ ഫ്രണ്ടിൽ വന്നിരുന്നില്ല. ഞങ്ങൾ മൂർത്തീഷ്പുരത്തിനോട് പ്രസംഗിക്കുക, ജനം കേൾക്കുന്നുണ്ട്. 3-4 കിലോമീറ്റർ സൗണ്ട് പോയി. രാത്രി തുറന്ന് കിടക്കും, മരം പോലും ഇല്ല. ഈ കാറ്റ് നിമിത്തം മരങ്ങൾ വളരത്തില്ല ഗ്രാമത്തിൽ. മൈലുകളുണ്ട്, 1000കണക്കിന് പീക്കോക്കെ ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ കൂടെ വണ്ടികളുടെ ഇടയ്ക്ക് എല്ലാം പീക്കോക്ക. അതുപോലൊരു ഗ്രാമം. പക്ഷേ 2, 3, 4 ഒക്കെ ആയപ്പോഴത്തേക്ക് ജനങ്ങൾ വരുന്ന ഞങ്ങൾ കാണുവാനിടയായി തീർന്നു. ഞങ്ങൾക്ക് പല ഭവനങ്ങൾ കയറുവാനിടയായി തീർന്നു. അപ്പോൾ ഇതുപോലെ പിശാച് ഇളകുന്ന ഗ്രാമങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, പുനലൂരിൻ്റെ അപ്പുറത്ത്, തെങ്കാശിക്ക് അപ്പുറത്ത്, തിരുനെൽവേലിക്കൊക്കെ അപ്പുറത്ത് തൂത്തിക്കുടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ കന്യാകുമാരി നാഗർകോവിൽ സൈഡിൽ നിന്ന് അങ്ങനും പോകാം, വലിയ ദൂരമൊന്നുമില്ല, ഡ്രൈവ് ചെയ്ത് പോയതാണ്. ആ തൂത്തിക്കുടിയിലെ ഒരു ഗ്രാമമാണ് ഈ മൂർത്തീഷ്പുരം എന്ന് പറയുന്ന സ്ഥലം. ആ ഗ്രാമം കണ്ടാൽ അറിയാം. നമ്മൾ അവിടെ ചെന്നാൽ വിചാരിക്കും ഇതൊരു 100 വർഷം മുമ്പ്, ഞാനിപ്പം എന്തോ ടൈം മെഷീൻ വെച്ചിട്ട് ഞാൻ 100 വർഷം മുമ്പ് വന്നു. അതുപോലെ ആത്തപ്പതച്ച് കിടക്കുന്ന, ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ഒരു ഗ്രാമം. ക്രിസ്തുവിൻ്റെ സുവിശേഷം, അവിടെ ഒരു ചർച്ച അവിടെ പണിതു, ഒരു ഇൻഡിപെൻഡൻറ്റ് ടീം. അവിടുത്തെ പാസ്റ്ററിനെ നിർത്തത്തില്ല. പാസ്റ്റർമാരെല്ലാം പിശാചുകൾ ഓടിപ്പിക്കും. അവർക്ക് അസുഖം വന്ന് വയ്യാതായിട്ട് ഒരു സഭാഹോളുണ്ട്, അവിടെ ഞങ്ങൾ താമസിച്ചത്. ഒറ്റ വിശ്വാസിയില്ല, ഒരു പാസ്റ്ററും വരത്തില്ല. അന്നത്തെ ഒരാഴ്ചത്തെ മീറ്റിങ്ങിൽ അവിടെ ഒരു ദൈവദാസനെ അതിന് വേണ്ടി ഒരുങ്ങി ആ ദൈവദാസനെ അവിടെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ആ ഒരു കാര്യം അവിടെ നടന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, പിശാച് ഇളകുന്ന ഏരിയകളുണ്ട്. ഇവിടെ സുവിശേഷം പറയാൻ വളരെ എളുപ്പമായി. എറണാകുളം പട്ടണത്തിൽ ഒരു വണ്ടിയുടെ മേളിൽ സ്പീക്കർ എടുത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് വേണം പറയാം. ആരും അടിക്കാനും പറ്റത്തില്ല, ആരും ശ്രദ്ധിക്കാനും പറ്റത്തില്ല, ആരും തിരിഞ്ഞു നോക്കത്തില്ല. അതാണ് എറണാകുളം പട്ടണത്തിൽ. എല്ലാവരും ഓരോരോ കാര്യം ചെയ്തു പോകും. പ്രസംഗിക്കുന്ന ആളോട് തന്നെ ഇരുന്ന് പ്രസംഗിക്കും. അതാണ് എറണാകുളത്തെ ഒരു പ്രത്യേകത. ട്രാക്റ്റ് കൊടുത്താൽ പോലും ആരും വായിക്കത്തില്ലതേ.
ഇത്രയും ട്രാക്റ്റുകൾ പല പ്രാവശ്യമായിട്ട് എൻ്റെ ഒരാൾ ഫോൺ ചെയ്യത്തില്ല. ഇതിനൊന്നും ആർക്കും സമയമില്ല എന്ന് പറയുന്ന എല്ലാവരും ബിസിയായി ഒരു പഠനത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് പിശാചിൻ്റെ മുമ്പിലും നേർക്ക് നേർ നിൽക്കുന്ന ഒരു യുദ്ധമാണ് ശുശ്രൂഷ. ശുശ്രൂഷ പ്രസംഗമല്ല, ശുശ്രൂഷ പാട്ടല്ല, ശുശ്രൂഷ ഷൈൻ ചെയ്യലല്ല, ശുശ്രൂഷ പ്രസ്ഥാനമല്ല. പിശാചിൻ്റെ പിടിയിലിരിക്കുന്ന വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് പിശാചിൻ്റെ പാരമ്പര്യ ബന്ധനത്തിലിരിക്കുന്ന ഒരു കുടുംബത്തെയോ ഒരു വ്യക്തിയോ കർത്താവിന് വേണ്ടി നേടണമെങ്കിൽ ആ പിശാചും ആ ബേൽസബൂല് ആയിരക്കണക്കിനുള്ള ഭൂതങ്ങളെല്ലാം കൂടി നിൻ്റെ വീട്ടിലോട്ട് വരും. അവിടെ നിൽക്കുവാനുള്ള അഭിഷേകം വേണം, അവിടെ നിൽക്കുവാനുള്ള കൃപ വേണം, അവിടെ നിൽക്കുവാനുള്ള ശക്തി വേണം. അതുകൊണ്ടാണ് തിമോത്തിയോസേ നീ പറയണം, ഒരു ശുശ്രൂഷകൻ പാസ്റ്റർ മാത്രമല്ല, കൂടെ നിൽക്കുന്ന ശുശ്രൂഷകരും മൂപ്പന്മാരും ഘനശാലികളായിരിക്കണം. വാക്കു പറഞ്ഞാൽ സത്യമേ പറയാവൂ, സത്യം പറഞ്ഞാൽ മാറല്ല. അവർ ശുദ്ധ മനസ്സാക്ഷിയോടുകൂടി ഈ വിശ്വാസം ശുദ്ധ മനസ്സാക്ഷിയോടുകൂടി പബ്ലിക്കായിട്ട് പറയുവാൻ എവിടെ വേണം. കാര്യം ഞാൻ പറയുന്നത് എന്തുവാ? സത്യമാണ്. ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അല്ലാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഷ്ട്രീയക്കാർ ചെയ്ത പോലെ എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തത് ഞാൻ ഇങ്ങനെയൊക്കെ ചിരിച്ചൊക്കെ പറയാനൊക്കെ ശ്രമിച്ചാലും പിശാച് അറ്റാക്ക് ചെയ്യും. പിന്നെ നീ അധികം പറയേണ്ട വരത്തില്ല. നിന്നെ അധികം പറയുവാൻ പിശാച് സമ്മതിക്കത്തില്ല. ദൈവസന്നിധിയിൽ തന്നെ ഉണ്ടാകുവാൻ എന്ത് ചെയ്യത്തില്ല? സ്തോത്രം. അതുകൊണ്ട് ശുശ്രൂഷകരെങ്ങനെ ആയിരിക്കണം? പേടിപ്പിക്കുകയല്ല. പ്രൈസ് ലോർഡ്. നിങ്ങളെല്ലാം ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം ഒരുക്കുക. ശുശ്രൂഷയ്ക്കായിട്ട് എത്രത്തോളം നമ്മൾ സമർപ്പിക്കണം, എത്രത്തോളം ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന പരുവത്തിൽ ശുശ്രൂഷയിൽ മുൻപോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒത്തിരി മാറ്റം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ ആഴ്ചയും എന്നെ പണിയും നിങ്ങളെ പണിയും. ഹല്ലേലൂയ. ദൈവത്തിന് യോഗ്യമാമണം, ദൈവത്തിന് പകരം ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് എല്ലാ ഏരിയകളും മാറ്റം വന്നല്ലേ പറ്റും. 10ാമത്തെ വാക്യം, അവരെ ആദ്യം പരീക്ഷിക്കണം, അനിത്യരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. അവരെ ആദ്യം they should be tested and if they are proved blameless, കുറ്റമില്ലാത്തവരെന്ന് കണ്ടാൽ പിന്നെ എന്ത് ചെയ്യണം? അവരെ അപ്പം ആദ്യമേ വലിയ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുകയല്ല, ചെറിയ ചെറിയ ശുശ്രൂഷകളെ ഏൽപ്പിക്കുക. അതിൽ പെടുന്നതാണ് നിങ്ങളുടെ ഈ 3 to 5 minutes. വലിയൊരു ശുശ്രൂഷ തന്നെയാണ്. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക അത് വലിയൊരു അവസരം തന്നെയാണ്. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. പിന്നെ പാടുവാൻ, അങ്ങനെ ഓരോ കാര്യങ്ങൾ, നിങ്ങൾ ഭവനങ്ങൾ സന്ദർശിക്കുവാൻ. അപ്പം ആദ്യം അവർ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ അവരത് കുറ്റമില്ലാത്ത ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ചെയ്യുന്നു എന്ന് കണ്ടാലാണ് എന്ത് ചെയ്യേണ്ടത്. പിന്നെ 11ാമത്തെ വാക്യം, അവർണം സ്ത്രീകളും ഘനശാലികളായി യേശുനി പറയാതെ നിർമ്മതന്മാരും എല്ലാറ്റിനും വിശ്വസ്തരുമായിരിക്കും. പാസ്റ്ററിൻ്റെ ഭാര്യ മാത്രം ശുശ്രൂഷയ്ക്ക് യോഗ്യമായി നിന്നാൽ പോരാ, കൂടെ നിൽക്കുന്ന ശുശ്രൂഷകർ, മൂപ്പന്മാരെന്ന് പറയുമ്പോൾ ചില സഭകൾ ചിന്തിക്കുന്ന പോലെ ഒരു 70 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കഴുത്തൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ക്ഷീണമാകുന്ന സമയത്തെ അങ്ങനെ ചില സഭകളൊക്കെ മൂപ്പന്മാരാക്കത്തുള്ളൂ. അങ്ങനെ സഭകളുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അതിനെപ്പറ്റിയല്ല ഈ പറയുന്നത്. അങ്ങനെ ആ പ്രായം കൊണ്ടല്ല. അങ്ങനെ ഇവിടെ എവിടെയെങ്കിലും എഴുതിയിരിക്കുന്നുണ്ടോ? ഒരു ശുശ്രൂഷകൻ ഇങ്ങനെ ആയിരിക്കണം എന്നൊരു സ്ഥലത്ത് എവിടെയെങ്കിലും പ്രായത്തെപ്പറ്റി എഴുതി അല്ല. അവൻ ശുശ്രൂഷയ്ക്ക് ദൈവം വിളിച്ചവനായിരിക്കണം, അവൻ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവനായിരിക്കണം, അവൻ യോഗ്യനാകണം. ഇതിവിടെ നിൽക്കുമ്പോൾ തന്നെ അപ്പോസ്തലപ്രവൃത്തി നമ്മൾ കഴിഞ്ഞ ചിന്തിച്ച ആ ഭാഗം ഒന്നുകൂടെ വായിച്ച് അവൻ എങ്ങനെയാണ് അവരെ തിരഞ്ഞെടുത്തത്. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം അതിൻ്റെ 2 തൊട്ട് ആ ഭാഗം ഒന്ന് വായിച്ചേ. 12 ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ്. എങ്ങനെ ആയിരിക്കണം അവരെ തിരഞ്ഞെടുക്കുമ്പോൾ? ആത്മാവ് നിറഞ്ഞ്. ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ക്വാളിഫിക്കേഷൻ അല്ല, അവരുടെ പണം. ഇന്നൊക്കെ അങ്ങനല്ലേ? ഇന്നൊരു കമ്മിറ്റി, വലിയ സഭകളൊക്കെ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. വലിയ സഭകളിലൊക്കെ അവരുടെ കമ്മിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ അവർ കുറച്ച് ബിഗ് ഷോട്ട് അച്ചായന്മാരെ അല്ലെങ്കിൽ കുറച്ച് ഉള്ളവരെ, കാര്യം അവരൊക്കെ സഭയിൽ വേണ്ടി എന്തെങ്കിലും ചെയ്യുമല്ലോ, അങ്ങനെയുള്ളവരെ മൂപ്പന്മാരായിട്ടും കമ്മിറ്റിയിലൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അതിനെപ്പറ്റി ഒന്നും ഇവിടെ എഴുതിയിട്ടില്ല. അതല്ല യോഗ്യത, അത് യോഗ്യതയാകാൻ പാടില്ല. ഇവിടെ എഴുതിയിരിക്കുന്നത് അവരെങ്ങനെ ആയിരിക്കണം? ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കുന്നവർ. ഇത് പ്രസംഗിക്കാൻ തിരഞ്ഞെടുത്തതല്ല. പ്രസംഗിക്കാൻ ദൈവദാസനും കൂടെയുള്ള ദൈവദാസന്മാർ അവർ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കൂടുതൽ അവർ സമയം ദൈവസന്നിധിയിൽ ചെലവഴിക്കും. ബാക്കിയുള്ള ഇത്രയും ദൈവമക്കളും സഭകളും ദൈവമക്കളും ഒന്നിച്ച് താമസിക്കുമല്ലേ, ബാക്കിയുള്ള കാര്യങ്ങൾ മേശമേൽ വിളമ്പുവാൻ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ ജോലികൾ ചെയ്യുവാനും അവരെ തിരഞ്ഞെടുത്തപ്പോൾ വായിച്ചേ.
ആത്മാവ് നിറഞ്ഞവൻ, ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ്. ഒരാളെ ദൈവദാസൻ്റെ കൂടെ ശുശ്രൂഷയ്ക്കായിട്ട് സഭയ്ക്ക് വേണ്ടി നിൽക്കുവാൻ റെപ്രസെൻറ്റേറ്റീവായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അവൻ ആത്മാവ് നിറഞ്ഞവനായിരിക്കണം. അതാണ് ആദ്യത്തെ ക്വാളിഫിക്കേഷൻ. ഹീ ഷുഡ് ബി ഫുൾ ഓഫ് ആത്മാവ് നിറഞ്ഞവനും സ്വർഗീയ ജ്ഞാനം നിറഞ്ഞ. ഞാൻ പറഞ്ഞില്ലേ, ലോകത്തിൻ്റെ പഠിത്തമല്ല, ഹെവൻലി വിസ്ഡം, സ്വർഗീയ ജ്ഞാനം. പിന്നെ എന്നിട്ട് 5-ാമത്തെ വാക്യം തുടക്കം വായിച്ചേ. ഈ വാക്ക് കൂട്ടത്തിനൊക്കെ ബോധ്യമായി വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാൻ. ഇതുപോലെ തന്നെ ഈ ദേവദാസന്മാർ തെരഞ്ഞെടുത്തപ്പോൾ തന്നെയായിരുന്നു തൻ്റെയും ക്വാളിഫിക്കേഷൻ, വിശ്വാസം നിറഞ്ഞവനായ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ. 8-ാമത്തെ വാക്യം വായിച്ചേ. ആ സ്തേഫാനോ ശുശ്രൂഷ എങ്ങനെ? സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി. സ്തേഫാനോ ശുശ്രൂഷിച്ചത് മറ്റുള്ള ജോലികൾ ചെയ്യുവാനാണ് വിളിച്ചത്. ഒരു ശുശ്രൂഷകൻ ആദ്യം ദൈവം കൊടുക്കുന്ന ജോലി എന്തുവാണ്? എല്ലാം മറ്റുള്ള ഏത് ജോലി. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചില്ലേ, ഇവിടെ പാത്രം കഴുകാനും ഒക്കെ നമുക്ക് ആഹാരം ഉണ്ടായിരുന്ന സമയത്ത് സഹോദരന്മാരും ഒക്കെ ഇവിടുന്ന് അതിനധികം സമയം കിട്ടുന്നില്ല, അധികം കാര്യങ്ങളില്ല ഇവിടെ. അധികം ചെറിയ ഒരു ഇതായതുകൊണ്ട്, ക്രമീകരണം ആയതുകൊണ്ട് അധികം കാര്യങ്ങളില്ല. പക്ഷേ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് ആരെ ഫോളോ അപ്പ് ചെയ്യുവാനും, ആരുടെ ഭവനത്തിൽ എന്ത് വർക്കാണേലും, ഏത് ജോലി ചെയ്യുവാനും എനിക്ക് ദൈവം തന്ന ട്രെയിനിങ് എവിടെയാണെന്നറിയാം? ശുശ്രൂഷയില, എൻ്റെ ഭവനത്തിലല്ല, ശുശ്രൂഷയിലാണ് നമ്മളെ ദൈവം ഏത് കാര്യം ചെയ്യുവാൻ, ആർക്കു വേണ്ടിയും പറയുന്നത്. അത് ഓരോ പരീക്ഷകളാണ്. നീ അവിടെ ചെയ്യുമോ ഇല്ലയോ? അപ്പോൾ ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ ആദ്യത്തെ യോഗ്യത ഇതിനൊക്കെയുള്ള മനസ്സ് വേണം. ഈ പണിയൊക്കെ എടുക്കാനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് ട്രെയിനിങ്ങിൽ ചെയ്യുന്ന നല്ല ട്രെയിനിങ് എത്ര നല്ലതല്ലേ. പണിയെടുക്കാനുള്ള മനസ്സുള്ളവരെയാണ് ദൈവം ശുശ്രൂഷയ്ക്ക്. എനിക്ക് ഒത്തിരി പേരെ അറിയാം ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട് ഒരു കാര്യം. ഞാൻ നിങ്ങളെ ഓർപ്പിച്ചിട്ടുള്ളത്, ആദ്യത്തെ ടീം വർക്കിനൊക്കെ ഞങ്ങൾ ഓൾ കേരള ഒരു ടീം വർക്കൊക്കെ ഞാനും അപ്പയും കൂടെ ഒക്കെ ഞങ്ങൾക്ക് ഒരു വാഹനമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ചെയ്തു. ഒരു ചെറുപ്പക്കാരനായ ദേവദാസൻ, പക്ഷേ വലിയൊരു ബൈബിൾ കോളേജിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങി വലിയ കോഴ്സൊന്നും അല്ല, എൻ്റെ ആദ്യത്തെ BTH മാത്രം. താനിങ്ങോട്ട് വന്നിട്ട് തന്നോട് ഞാൻ കിടന്നങ്ങ് ഭയങ്കരമായിട്ട് ഇതൊന്നും അല്ല, ഞാൻ തന്നെ ഉണ്ടാക്കിയ സ്പീക്കർ. അന്ന് ഭയങ്കര ഒരു സ്പീക്കറിന് 55-60 കിലോ വെയിറ്റ് ഉണ്ട്. ഇതിൻ്റെ ഡബിൾ സൈസുണ്ട്. കഴിഞ്ഞിടയ്ക്ക് ഒരു കുറച്ച് വർഷം സ്പീക്കർ വിറ്റത്. അത് നമ്മൾ കസ്റ്റമായിട്ട് ഹെവി ആയിട്ട് ചെയ്തത്. അപ്പോൾ ഒന്നിനും കുറവ് വരുത്തുണ്ടാന്ന് പറഞ്ഞു. ഭയങ്കര വലിയ തടിയിലൊക്കെ കാര്യം എല്ലാം കാപ്പറ്റൊക്കെ കവർ ചെയ്ത് ഇതുപോലെ ഇരിക്കും കേട്ടാൽ. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു 1.5-2 കിലോമീറ്റർ, രാത്രിയാണ് ഒരു 3 കിലോമീറ്റർ റേഡിയസിൽ വരെ സൗണ്ട് പോകും. അതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ എക്സ്ട്രാ ബോർഡുകളൊക്കെ ഫിറ്റ് ചെയ്തേക്കുന്നത്. ഈ സാധനം മിനി ബസ്സിൻ്റെ മേളിൽ നിന്ന് ഇറക്കുവാനും കയറ്റുവാനും വലിയ ജനറേറ്റർ ബാക്കിയുള്ളവരൊക്കെ പ്രായമുള്ള ദേവദാസന്മാർ വരെ സഹകരിക്കുന്നുണ്ട്. ഞാൻ നോക്കി ഈ ഞാൻ ആ ദേവദാസനോട് പറഞ്ഞു, ബ്രദറെ, കാര്യം പുള്ളി പാസ്റ്ററൊന്നും അല്ല, ബൈബിൾ കോളേജിൽ ഇങ്ങോട്ട് ഇറങ്ങിയുള്ളൂ. ഞാൻ പറഞ്ഞു, ബ്രദറെ ഈ സ്പീക്കർ ഒന്ന് പിടി ബ്രദർ. ഞാൻ 3-5-6 പരസ്യം നമ്മളൊരു രാവിലെ തൊട്ട് പരസ്യങ്ങൾ നടത്തി ഉച്ചയാകുമ്പോൾ നമ്മുടെ ശരീരം, ഞാൻ തന്നെ വണ്ടി ഓടിക്കുന്ന പാടണം പ്രസംഗം. അപ്പോൾ ഈ ഉച്ചയാകുമ്പോൾ നമ്മൾ ക്ഷീണിക്കുവേ. ഞാൻ പറഞ്ഞു, ദേവദാസനെ ഇച്ചിരി ഒന്ന് നമ്മൾ അണച്ചോണ്ടായി ചെയ്യുന്നത്, ദേവദാസനെ സ്പീക്കർ ഒന്ന് പിടിക്കാൻ പറഞ്ഞു. ഉടനെ പുള്ളി പറഞ്ഞൊരു പറച്ചില്ല, ഞാൻ BTH സറാംപൂർ യൂണിവേഴ്സിറ്റി മണക്കാല ബൈബിൾ കോളേജ്, ഞാൻ BTH. അത് അവസാനത്തെ മീറ്റിംഗ് ആയിരുന്നു. ആ ഒരു ട്രിപ്പിന് പുള്ളി പകുതിക്കിട്ട് ഇറങ്ങിപ്പോകാൻ പറയുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ മിണ്ടാതിരുന്നു. പുള്ളി അങ്ങ് സഹിച്ചു. പിന്നെ പുള്ളി ഞങ്ങളോട് മീറ്റിങ്ങിന് കൂടിയിട്ടില്ല. ഇതുപോലെ ഒത്തിരി പേരെ നമ്മൾ പകുതി ടീം വർക്കിനൊക്കെ ഇങ്ങനെ ഇളകുന്ന ആൾക്കാരെ നമ്മൾ പിന്നെ ഞങ്ങൾ കൊണ്ട് റെയിൽവേ സ്റ്റേഷനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. കാര്യം ഒരു ടീമാണ്. ഞങ്ങൾ ഒന്നിച്ച് സഭാ ഹാളിൽ പോയി പായലൊക്കെ കിടന്നാണ് വടക്കിന്ത്യയിലൊക്കെ ഓരോ സ്ഥലത്ത് പോയി പ്രവർത്തിക്കുന്ന അടുത്ത്. അപ്പോൾ ആത്മാവിൽ ഐക്യതയില്ലെങ്കിൽ, അപ്പോൾ ഒരു ശുശ്രൂഷകൻ ആദ്യം വേണ്ട യോഗ്യത എന്തുവാ? എല്ലാ പണിയെടുക്കും. ഇവിടെ എന്തുവാ? വെയിറ്ററിൻ്റെ പണിയാണ് ഇല്ലേ? മേശയിൽ വിളമ്പിയാൽ മാത്രം പോരാ, അത് ക്ലീനും ചെയ്യണ്ടേ, പാത്രം കഴുകി വെക്കണ്ടേ, അതൊക്കെ അതിൽ പെടുന്നതാണ്. വിളമ്പുക മാത്രമല്ല, എല്ലാ കാര്യം, ഫുഡ് ഷുഡ് ബി ദെയർ ആൻഡ് എവറിത്തിങ് ഷുഡ് ബി ക്ലീൻ. അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളിലോ ക്ലീനിങ് വർക്കിലും ഒക്കെ അതാണ് ഒരു ശുശ്രൂഷകൻ ആദ്യം കൊടുത്ത ട്രെയിനിങ്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 12 ശിഷ്യന്മാരോട് കൂടി ആ ട്രെയിനിങ്ങിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആദ്യം കിട്ടിയത് ഡ്രൈവിങ്ങും ഇതുമൊക്കെയാണ്. സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റിംഗ് സ്പീക്കറും എത്ര വർഷം ഞാനാണ് ചെയ്തത്. ഇന്നും ഞാനാണ് ചെയ്യാൻ അത് എനിക്കിന്നും ചെയ്യാൻ മനസ്സുള്ളതിൻ്റെ കാരണം എന്നാണെന്നറിയാം. ഇതുപോലെ ഇവരൊക്കെ പറയും ഭയങ്കരമായി, പപ്പയ്ക്ക് രാവിലെ ഈ ഭായിമാരുടെ കൂട്ടാണെന്നാണ് പറയുന്നത്, ഇവരുടെ ഭാഷയിൽ, പിള്ളേരുടെ ഭാഷയിൽ. രാവിലെ അങ്ങ് തുടങ്ങിക്കോളൂ എന്തെങ്കിലുമൊക്കെ പണി മെയിൻ്റെനൻസ്. എനിക്ക് ദൈവം തന്ന ട്രെയിനിങ്ങാണ്. ഞാൻ അങ്ങനെയൊന്നും ഉള്ള ആളല്ലായിരുന്നു, എൻ്റെ പേരൻസിനറിയാം. ദൈവവേലയിൽ ഈ കഴിഞ്ഞ 32 വർഷമായിട്ട് ദൈവം തന്ന ട്രെയിനിങ്ങാണ്.
ഇവിടെ സ്തേഫാനോസിനെ ഒക്കെ പ്രിപ്പയർ ചെയ്ത് അവരെങ്ങനെ ആയിരിക്കണം ആ ട്രെയിനിങ്ങിൽ എല്ലാ പണിയെടുക്കാൻ. ഇന്ന് ദേവദാസന്മാർ പൊതുവേ ഉണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ ഷർട്ടൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പിടിക്കുക, ഇവിടെ തൂവാലയൊക്കെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, വേർപ്പ് പോലും വരാൻ. ഒരു ദേവദാസൻ ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന വേർപ്പ് കക്ഷത്തിൽ വരാതുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ശരിക്കും ഞങ്ങളുടെ കൂടെ പപ്പ എടുത്ത ടീമിൽ ഉണ്ടായിരുന്ന ദേവദാസന ഇങ്ങനെ നടക്കും. പുള്ളിയോട് ഒന്നും പറഞ്ഞാൽ പുള്ളി അനുസരിക്കത്തില്ല. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ട്, ട്രെയിനിങ്ങിലുണ്ടായിരുന്നവരുണ്ട്. പക്ഷേ ഒരു ദൈവദാസൻ്റെ ക്വാളിറ്റിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ, ആദ്യമേ പാസ്റ്ററല്ലല്ലോ ആകുന്നത്, ആദ്യം ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ എല്ലാ പണിയെടുക്കാനുള്ള മനസ്സ്. ഏത് ജോലി നമ്മളെ ആദ്യം ശുശ്രൂഷയിൽ കർത്താവ് ചെയ്യുന്നതുകൊണ്ട് പ്രസംഗിക്കാൻ എനിക്കൊരു ചാൻസ് കിട്ടി, നമ്മൾക്ക് അപ്പോഴത്തേക്ക് കോർഡ്ലെസ് മൈക്ക് സ്റ്റേജിൽ കിട്ടി, അപ്പോഴത്തേക്ക് ഞാനങ്ങ് അഹങ്കരിക്കുമല്ല. ഏത് ശുശ്രൂഷയിൽ വളരുന്ന നിങ്ങളോടും പറയുക, നിങ്ങളങ്ങ് അഹങ്കരിക്കുമല്ല. അഹങ്കാരം വരും ജഡത്തിൽ. ഓർത്തോണം, ശുശ്രൂഷ എന്ന് പറയുന്നത് എത്രത്തോളം ദൈവം എന്നെ ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്നു അത്രത്തോളം ദൈവം എന്നെ താഴ്ത്തുക, എന്നെ പണിയുക സ്വർഗരാജ്യത്തിന് വേണ്ടി. അവിടെ ഞാനല്ല ഉയരേണ്ടത്, എന്നിൽ കൂടെ ആ ഒരു മെസ്സേജ്, ആ മെസ്സേജ് പറഞ്ഞാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. താഴോട്ട് വന്നാട്ട് അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. വെറും മേശമേൽ വിളമ്പാൻ ശുശ്രൂഷയ്ക്ക് ദൈവം വിളിച്ച സ്തേഫാനോസ് സംസാരിച്ച വചനം, അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ സംസാരിച്ച ജ്ഞാനം, വെറും സാധാരണക്കാരനാ, അവനെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചതാ. സ്തോത്രം. ദൈവം നിറച്ച ശക്തി, ദൈവം നിറച്ച ജ്ഞാനം. ദൈവമക്കളെ വളരെ പ്രാപ്തരായതും ഗമാലിയേൽ പോലുള്ള ആൾക്കാരുടെ കൂടെ പഠിച്ച പ്രധാനികൾ, പള്ളിപ്രമാണികൾ, അല്ലെങ്കിൽ പരീശന്മാർ, ന്യായശാസ്ത്രിമാർ, പുരോഹിതന്മാർ, അവരൊക്കെ തർക്കിച്ച് നോക്കി. ഇവൻ സ്തേഫാനോസ് പറയുന്നത് പരിശുദ്ധാത്മാവില. സ്തേഫാനോസ് അവരുടെ വിളച്ചിൽ ഡിസേൺ ചെയ്തിട്ടാണ് ആത്മാവിൽ അവർക്ക് മറുപടി കൊടുക്കുന്നത്. നിങ്ങളൊരു കാര്യം ഇപ്പോൾ ഇതിൻ്റെ അവസാനത്തിൽ വായിക്കുമ്പോൾ, സുവിശേഷം എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ വർക്ക്ഷോപ്പുകാരൻ്റെ കൂട്ട് എല്ലാ വണ്ടിക്ക് വരുന്നിടത്ത് ഒരു കാര്യമല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു ഡോക്ടർ കാണും, പക്ഷെ അങ്ങനല്ല വേണ്ടത്. ഇവിടെ ദൈവം ഓരോരുത്തരെ അറിഞ്ഞൊരു മെസ്സേജ് നമ്മളെ ഏൽപ്പിക്കും. അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് പറയുന്നതാണ് ശുശ്രൂഷ. അത് ദൈവം ഞാൻ ആ കുടുംബത്തിൻ്റെ പോകും, അവിടുത്തെ അവസ്ഥ എനിക്ക് അറിയുന്നില്ല. പുറമേ നോക്കിയിട്ട് വലിയ കുഴപ്പമില്ല, പക്ഷെ ഉള്ളിലെ അവസ്ഥ ആർക്കേ അറിയത്തുള്ളൂ? കർത്താവിന് മാത്രം. അപ്പം ഞാൻ അവിടെ ചെന്ന് അവർക്ക് എന്തുവാ ചെയ്യേണ്ടത്, അവിടുത്തെ കുറവുകൾ എങ്ങനെയാണ് ഞാനത് കർത്താവിൽ പരിഹരിക്കേണ്ടത്, ഓരോ കാര്യങ്ങൾ ദൈവം നമ്മളോട് സംസാരിക്കും. അതനുസരിച്ച് തിരിച്ച് നമ്മുടെ ഈ അധ്യായത്തിലേക്ക് വരുമ്പോൾ താഴോട്ട് അതിൻ്റെ സഹോദരിമാർ അല്ലെങ്കിൽ സ്ത്രീകൾ എഴുതിയിരിക്കുന്ന, ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന their wives, അതുപോലെ അവരുടെ ഭാര്യമാരും ശുശ്രൂഷയ്ക്ക് യോഗ്യരായി തീരണം. പിന്നെ 12 പാസ്റ്റർമാരുടെ ഭാര്യമാരുടെ കൂട്ട് ഈ ശുശ്രൂഷയിൽ നിൽക്കുന്നവർ, മൂപ്പന്മാരുടെ സഭയിൽ ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിക്കുന്നവരുടെ ഭാര്യമാരും എങ്ങനെ ആയിരിക്കണം? മറ്റുള്ളവരുടെ കുറ്റം ഒന്നും പറയാതെ, മറ്റുള്ള ആവശ്യമില്ലാത്ത ഒരു കാര്യം, ഒരു മൂന്നാമതൊരു കുടുംബത്തിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അത് ദൈവം പരമേൽപ്പിച്ചവരെന്ത് ചെയ്യും? ആ കാര്യങ്ങൾ ചെയ്തോളും. സ്തോത്രം. അപ്പം ദൈവമാണ് ഓരോരുത്തരും ഓരോ ശുശ്രൂഷ ഏൽപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ദൈവം ഏൽപ്പിക്കാത്ത കാര്യം ഓവർ സ്മാർട്ട് ചെയ്ത് നമ്മൾ ചെയ്യേണ്ട. അതിൻ്റെ അകത്ത് കമൻറ്റ് പറയുവാനോ, അതിൻ്റെ അകത്ത് തീരുമാനം പറയുവാനോ, അതിൻ്റെ അകത്ത് ആലോചന പറയുവാനോ ഒക്കെ ദൈവം ഓരോരുത്തരും ഓരോ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശുശ്രൂഷകരുടെ ഭാര്യമാരും എങ്ങനെ ആയിരിക്കണം? അവർ ഏഷ്ണി പറയാത്തവർ, കുറ്റം പറയാത്തവർ, വേറെ ആടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാത്തവരായിരിക്കണം. യെസ്. അവരും മക്കളെ നന്നായിട്ട് ഡിസിപ്ലിൻ ചെയ്യുന്നവരായിരിക്കണം, കുടുംബത്തെ നന്നായിട്ട്, അല്ലെങ്കിൽ അവരെ ശുശ്രൂഷ പരമേൽപ്പിക്കല്ല എന്നാണ് തിമോത്തിയോസിനോട് പറയുന്നത്. യെസ്, താഴോട്ട്. സ്തോത്രം. അങ്ങനെയുള്ള നല്ല പ്രാഗൽഭ്യമുള്ള, ദേശത്തും ശുശ്രൂഷയിലും നല്ല പ്രാഗൽഭ്യമുള്ള, വചനത്തിൽ നിന്ന് ഒട്ടും മാറാത്ത കുടുംബങ്ങളായിരിക്കണം. എന്നിട്ട് പൗലോസ് ഈ സമയത്ത് മക്കദോനിയല്ല, തിമോത്തിയോസ് ഈ സമയത്ത് എഫെസോസിലാണ്. തിമോത്തിയോസിനോട് പറയുക, ഞാൻ വന്ന് കാണുവാൻ 14-ാമത്തെ വാക്യം. യെസ്. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടത്. ഇത് ദൈവത്തിന്റെ സഭയാണ്.
അതുകൊണ്ട് ഒരു സഭയിൽ, ദൈവസഭയിൽ നടക്കേണ്ടത് ഇങ്ങനെ എന്ന് നീ മനസ്സിലാക്കണം. എനിക്ക് ആഗ്രഹമുണ്ട് നിന്നെ വന്ന് കാണാൻ, പക്ഷേ ആത്മാവിൽ അറിയാം ഇത് ലാസ്റ്റ് സമയങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിക്കും, ഞാൻ ശരിക്കും നിന്നെ കാണുമോ, ദൈവം എന്നെ അനുവദിക്കുമോ എന്നൊന്നും അറിയത്തില്ല. എപ്പോഴും ഓർത്തോണം, ഒരു ശുശ്രൂഷയിലാണെങ്കിലും ഈ ഭാവി കാര്യങ്ങളെല്ലാം കൂടെ കർത്താവ് കാണിക്കുമല്ല, അടുത്ത സ്റ്റെപ്പ് എന്തുവാന്ന് കർത്താവ്. അങ്ങനെയല്ലേ ദൈവത്തിൻ്റെ വചനം നമ്മുടെ പാതയ്ക്ക്, നമ്മൾ പാതയിൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോകുമ്പോൾ കലൂരും കത്രിക്കടവിലും ഉള്ള കാര്യങ്ങളൊന്നും എനിക്ക് കാണത്തില്ല. വാഹനം ഓടിക്കുവാണെങ്കിലും നടക്കുവാണെങ്കിലും എനിക്ക് എൻ്റെ മുമ്പിലുള്ളത് കാണാം. അങ്ങനെയല്ലേ? അപ്പം നമ്മുടെ പാതയ്ക്ക് വെളിച്ചം തന്ന് പരിശുദ്ധാത്മാവ് ആലോചന തന്ന് മുൻപോട്ട് പോകും. ഞാൻ വന്ന് നിന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നു, നടക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് നിന്നെ കാണാൻ പറ്റിയില്ലെങ്കിൽ നീ ഓർത്തോണം, നീ ഈ കാര്യങ്ങൾ സഭയെ പഠിക്കണം. ഈ സഭ എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനമല്ല, സഭ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, സഭ എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് അല്ല, പഴയ നിയമത്തിലെ പോലെ ഒരു ദേവാലയം ഒരു ബിൽഡിംഗ് അല്ല. സഭ എന്തുവാന്ന് ഒന്നുകൂടി വായിച്ചേ, ദൈവത്തിൻ്റെ ഭവനവും ഇംഗ്ലീഷിൽ വളരെ വ്യക്തമാണ്. ദ ഹൗസ് ഓഫ് ഗോഡ്, ഇറ്റ് ഈസ് എ ചർച്ച് ഓഫ് ദ ലിവിങ് ഗോഡ്, ദ പില്ലർ ആൻഡ് ഗ്രൗണ്ട് ഓഫ് ട്രൂത്ത് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം സ്തോത്രം, ഹല്ലേലൂയ. സത്യം പഠിപ്പിക്കേണ്ട, സത്യത്തിൻ്റെ അടിസ്ഥാനം, ദ പില്ലർ ആൻഡ് ഗ്രൗണ്ട് ഓഫ് ട്രൂത്ത്. സ്തോത്രം. സത്യം പഠിപ്പിക്കേണ്ടതും സത്യം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ദൈവസഭ. സ്തോത്രം. ഈ സഭയ്ക്കകത്ത് സത്യം മാത്രമേ പഠിപ്പിക്കാവൂ. ഈ സഭയ്ക്കകത്ത് പ്രബോധനമായിട്ടാണെങ്കിലും അതിനോട് ചേർന്ന് സത്യാത്മാവിൽ വേണം ശുശ്രൂഷിക്കുവാൻ. ദൈവമക്കളെല്ലാം അവർ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ സത്യം വേണം പ്രാക്ടീസ് ചെയ്യുവാൻ. അങ്ങനാണ് ഒരു സഭ ഇവിടെ എഴുതിയിരിക്കുന്ന ഹൗസ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭവനം. പിന്നെ ദ ചേർച്ച് ഓഫ് ദ ലിവിങ് ഗാഡ്, ഇല്ലേ? ജീവനുള്ള ദൈവത്തിൻ്റെ സഭ. അതിൻ്റെ പകരം സാത്താൻ കറവാരി തേച്ച് കൺഫ്യൂഷനിട്ട് ചാട്ടവാർ എന്തിനാ കർത്താവ് എടുത്തത്? എൻ്റെ പിതാവിൻ്റെ ഭവനത്തെ നീ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. കള്ളത്തരം പറയുന്നവർ, അല്ലെങ്കിൽ സത്യമില്ലാത്തവർ, രഹസ്യ പാപമുള്ളവർ, ഒരു നല്ല മനസ്സാക്ഷി ഇല്ലാത്തവർ, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ കഴിയാത്തവർ, സ്നേഹമില്ലാത്ത മത്സരമുള്ള സ്ഥലമാക്കി തീർക്കുവാൻ ദൈവസഭ വളരുന്ന അനുസരിച്ച് ഓരോ സഭകൾ നടക്കുന്ന ഗ്രൂപ്പിസം എന്തുവാണെന്നറിയാം, മത്സരം എന്തുവാണെന്നറിയാം. നമ്മളിവിടെ പാർട്ടിയുടെ ഗ്രൂപ്പിസം കണ്ടില്ലേ? മന്ത്രിമാരെ നിശ്ചയിക്കുമ്പോൾ പോലും ഏറ്റവും കൂടുതൽ ഗ്രൂപ്പുള്ള ഒരു പാർട്ടിയാണെന്നാണ് പറയുന്നത്. ഗ്രൂപ്പുകൾ, അങ്ങനെ ഓരോ ഗ്രൂപ്പുകൾ അവരോട് ഡിമാൻഡുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് 2 മണിക്ക് നിശ്ചയിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയത്തില്ല നാളെ എല്ലാവരും ഒന്നിച്ച് ചേർന്ന് സത്യപ്രതിജ്ഞ നടത്തുമെന്ന്. കാര്യം ഇന്നലെ വൈകിട്ടത്തെ അവസ്ഥ വരെ നോക്കിയിട്ട് വലിയ ധാരണയിലൊന്നും ആയിട്ടില്ല. ഓരോരുത്തരെ സമാധാനിപ്പിക്കാൻ പപ്പാതി സമയങ്ങളൊക്കെ കൊടുക്കുന്ന കണ്ടു. 2.5 വർഷം അതൊക്കെ പിന്നെ അടി ഉണ്ടാക്കാനാണ്. എന്തുവായാലും അതൊക്കെ ലോകത്തിൻ്റെ കാര്യങ്ങൾ, നമ്മുടെ വിഷയമല്ലല്ലോ. അത് ദൈവമാണ് ഭരണാധികാരികളെ നിയമിക്കുന്നതെന്ന് ബൈബിൾ പറയുന്നു. നമ്മളത് വിശ്വസിക്കുന്നു. ദൈവം നിയമിക്കുന്നവരെ ദൈവം ജ്ഞാനം കൊടുക്കട്ടെ ചെയ്യുവാൻ. കാര്യം കേരളത്തോട് ദൈവത്തിൻ്റെ. അപ്പം സഭയെ പറ്റിയാണ് നമ്മുടെ വിഷയം. ദേശത്തെ സഭ ഒരു വലിയ ഉത്തരവാദിത്തമാണ് ദൈവമക്കളെ. ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ളപ്പം വന്നു പോകുന്ന ഒരു സ്ഥലമല്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുവാൻ കഴിയുന്ന ഒരു സ്ഥലമല്ല. ഇത് ദൈവത്തിൻ്റെ ഭവനം. ജീവനുള്ളവർ കൂടുമ്പോൾ ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാ എന്ന് മറന്നു പോകല്ലേ. സാത്താൻ അതിനെ കള്ളന്മാരുടെ ഗുഹയും ദൈവ സാന്നിധ്യമില്ലാത്ത സ്ഥലം മത്സരമുള്ള സ്ഥലമാക്കി തീർക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒരു മർമ്മം പറഞ്ഞിട്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഞാൻ വരാൻ താമസിച്ചാലും നീ ഈ സഭയെ പഠിപ്പിക്കണം. കാര്യം ഇത് ദൈവത്തിൻ്റെ ഭവനമാണ്. ദൈവത്തിന് വന്ന് വസിക്കുവാൻ പഴയ നിയമത്തിൽ അതിപരിശുദ്ധ സ്ഥലം മാത്രമേ ഉള്ളപ്പോൾ ഇന്നതില്ല, ദേവാലയമില്ല. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ഭൂമിയിൽ ഇറങ്ങി വന്ന് വസിക്കണമെങ്കിൽ അത് എൻ്റെയും നിങ്ങളുടെയും ഹൃദയമാകട്ടെ, അത് നമ്മുടെ കുടുംബങ്ങളാകട്ടെ. സ്തോത്രം. ഐക്യതയോട് നിൽക്കുന്ന നമ്മുടെ സഭയാകട്ടെ. അതുകൊണ്ട് നമ്മുടെ സഭയിൽ ആൾക്കാർ ഉണ്ടോ ഇല്ലയോ, വന്നോ പോയെന്നല്ല, ദൈവത്തിന് ഇവിടെ വരുവാൻ തടസ്സമായ ഒരൈക്യതക്കേട് അവസാനം വരെ ഉണ്ടാകാതിരിക്കട്ടെ. നമ്മൾ അതിനാണ് ഒരു കുടുംബമായിട്ട് കർത്താവ് യോജിപ്പിച്ചിരിക്കുന്നത്. ആ മർമ്മം ഒന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. 16-ാമത്തെ വാക്യം. ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. ഇങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതവണ്ണം വലിയതാണ്. ഇതൊരു വലിയൊരു മർമ്മമായില്ലേ? ഇതാണ് മെസ്സേജ്, ഇതാണ് സുവിശേഷം. നിങ്ങൾ മനസ്സിലാക്കണം, ഇതാണ്
ദൈവികത്തിൻ്റെ മർമ്മം അല്ലെങ്കിൽ ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്. ഇതാണ് ബൈബിൾ പലവട്ടവും അപ്പോസ്തലന്മാർ പറഞ്ഞ സുവിശേഷത്തിൻ്റെ മർമ്മം ഏതാണ്? ഇതാണ്. ഒന്നുകൂടെ വാക്യം, ഒരു പദ്യം, ഒരു പോയം എന്നുള്ള രീതിയിലാണ് 16ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മ. പക്ഷേ അത് ഓരോ ലൈൻ വളരെ സ്ട്രോങ് ആണ്. വായിച്ചേ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ഹീ വാസ് റിവീൽഡ് ഇൻ ഫ്ലഷ്. കർത്താവ് വന്നത് എന്തിനാ? മനുഷ്യരെ സ്നേഹിച്ച്, നമ്മളാരും നശിച്ചു പോകാതിരിക്കാൻ നമ്മളെ സ്നേഹിച്ച് കർത്താവ് വന്നു. നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ബൈബിൾ പറയുന്നു പാപമാണ് മനുഷ്യനെയും ദൈവത്തെയും അകറ്റി നിർത്തുന്നത്. അപ്പം ആ പാപത്തിന് വേണ്ടിയാണ് കർത്താവ് മരിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം. സുവിശേഷം നമ്മൾ പറയുമ്പോൾ ഞാൻ പലപ്പോഴും ഞങ്ങളൊക്കെ 94 തൊട്ട് ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ സുവിശേഷം പറയുന്നവരാ. ലക്ഷക്കണക്കിന് കവലകൾ കഴിഞ്ഞു. ഈ എല്ലാ കവലയിലും നമ്മൾ 2000 വർഷം മുമ്പേ കർത്താവ് വന്നു. അതാണ് മെസ്സേജിൻ്റെ മെയിൻ. 2000 വർഷം മുമ്പേ കർത്താവ് വന്നു എന്ന് എല്ലാ മനുഷ്യർക്കും അറിയാം. ഇപ്പം ക്രിസ്ത്യാനികൾ മാത്രമല്ല, ജാതികൾ വരെയും ക്രിസ്മസ് ആചരിക്കുന്നുണ്ട്. എല്ലാവർക്കും അവരുടെ കലണ്ടറിൽ AD BC എന്ന് എഴുതുമ്പോൾ അവർ ബിഫോർ ക്രൈസ്റ്റും അന്നാ ഡൊമിനോ ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഇത് രണ്ടും വളരെ വ്യക്തമായിട്ട് സാധാരണ സ്കൂളിൽ പോകുന്നൊരു 4ാം ക്ലാസ് 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെയൊക്കെ പോയ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ചരിത്രമാണ്. കർത്താവ് വന്നു 2000 വർഷം മുമ്പേ. ഓരോരുത്തരോട് അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം, ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്. ദൈവീകത്തിന് എന്തിന് കർത്താവ് വന്നു എന്നല്ല അതിൻ്റെ ഇമ്പോർട്ടൻസ്. എന്തിനു വന്നു? എന്നെ രക്ഷിക്കാൻ, എന്നെ സ്നേഹിച്ചു വന്നു. മനുഷ്യവർഗത്തെ അവിടെ എഴുതിയിരിക്കുന്നത് അവൻ ജഡത്തിൽ വന്നു. മനുഷ്യനായിട്ട് വന്നതിൻ്റെ കാരണം മനുഷ്യവർഗത്തെ സ്നേഹിച്ചു വന്നു. പിന്നെ മനുഷ്യനും ദൈവവുമായിട്ട് നമ്മളെ അകറ്റി നിർത്തുന്നത് പാപമാണ്. അതിനാദ്യം കർത്താവ് എന്ത് ചെയ്തു? എൻ്റെ പാപത്തിന് വേണ്ടി കർത്താവ്. അപ്പം ആ മെസ്സേജ് എന്നെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാനാണ്. അപ്പോൾ രക്ഷ പ്രാപിക്കുന്നത് ഞാൻ എങ്ങനെയാണ്? അതുകൊണ്ടാണ് പത്രോസും പൗലോസും ഒക്കെ ഈ സുവിശേഷം ജാതികളോട് പ്രസംഗിച്ചപ്പോൾ അവർ ചോദിച്ചു, പരിശുദ്ധാത്മാവിൽ ചോദിച്ചു, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത്? അത് പറയണം. നമ്മൾ സുവിശേഷം ഒരാളോട് പ്രസൻറ്റ് ചെയ്താൽ അവർ പറയണം രക്ഷ പ്രാപിപ്പാൻ ഞാൻ. അത് ഓരോ ഭവനത്തോടും ഓരോ ഭാഷക്കാരോടും ഓരോ വ്യക്തികളോടും ആ മെസ്സേജിന് ഡിഫറെൻ്റാണ്. മെസ്സേജിൻ്റെ പോയിൻറ്റ്സ് സെയിം ആണെങ്കിലും അതിൻ്റെ പ്രസൻറ്റേഷനിൽ വ്യത്യാസമുണ്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ. കാര്യം നമ്മളിത് പ്രസൻറ്റ് ചെയ്യുന്ന പല ടൈപ്പ് ജാതികളോടാണ്, ഇല്ലേ? എഫെസോസിൽ പ്രസൻറ്റ് ചെയ്ത പോലെ അല്ല അരയോപകുന്നിൽ പൗലോസ് പ്രസൻറ്റ് ചെയ്തത്. യഹൂദന്മാരുടെ മധ്യത്തിൽ പത്രോസ് പ്രസൻറ്റ് ചെയ്തതിൽ വ്യത്യാസമുണ്ട്. അത് പഴയ നിയമ ഭാഗങ്ങളൊക്കെ എടുത്താണ് പത്രോസ്. അപ്പോൾ ഓരോ ആൾക്കാരോട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ സുവിശേഷത്തിൻ്റെ മർമ്മം പ്രസൻറ്റ് ചെയ്യുവാൻ നമ്മൾ അനുയോഗ്യരാകണം. ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. അവിടാണ് കർത്താവ് വന്നത്. എന്തിനാ? ഇസ്രായേൽ മക്കളുടെ ദൈവമല്ല. ചിലർ പറഞ്ഞ പോലെ ഇംഗ്ലീഷുകാരുടെ ദൈവമല്ല, അമേരിക്കൻസിൻ്റെ ദൈവമല്ല. അങ്ങനല്ലേ ഭാരതീയരൊക്കെ ഞങ്ങൾ വടക്കിന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ അവർ പറയുന്നത് അവർക്ക് യഹൂദന്മാരെന്ന് പറയാൻ അറിയത്തില്ല. യേശു അമേരിക്കൻസിൻ്റെ ദൈവം, സായിപ്പന്മാരുടെ ദൈവം. ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു പദം സായിപ്പ് എന്നുള്ള പദത്തിൻ്റെ ഹിന്ദി പദം എടുത്തിട്ടാണ് സായിപ്പന്മാരുടെ ദൈവം. കാരണം അവരാണല്ലോ ആദ്യം ഇവിടെ വന്ന് ക്രിസ്തുവിനെ പ്രസംഗിച്ച്. നമ്മുടെ ദൈവമൊന്നുമല്ല. ആരുടെ ദൈവം? ഇംഗ്ലീഷുകാരുടെ ദൈവം, അംഗ്രേസിക്കാർ അല്ല. അംഗ്രേസിയുടെ ദൈവമൊന്നുമല്ല. ഇത് ആരുടെ ദൈവമാണ്? പ്രൈസ്. ജാതികളുടെ ഇടയ്ക്ക് കർത്താവ് പ്രസംഗിക്കപ്പെട്ടു. ഹല്ലേലൂയ. കർത്താവ് വന്ന് നമുക്ക് സാൽവേഷൻ, രക്ഷ തരാനാണ്. രക്ഷ ഒരു ദാനമാണ്. രക്ഷ എല്ലാവർക്കും ഉള്ളതാണ്. നിങ്ങളുടെ നേർച്ചയും നിങ്ങളുടെ യാഗവും നിങ്ങളുടെ വേറെ ഒരു കാശും വേണ്ട, അർപ്പണമൊന്നും വേണ്ട. പ്രൈസ് ലോർഡ്. ഈ രക്ഷ പ്രാപിപ്പാൻ നിങ്ങൾ എന്ത് ചെയ്യണം? രക്ഷ ഒരു ദാനമാണ്. ഇതെല്ലാവർക്കും ഉള്ളതാ ഒരു മർമ്മം. ജാതികളുടെ ഇടയ്ക്ക് പ്രസംഗിക്കപ്പെട്ടു. സ്തോത്രം. തേജസ് എടുക്കപ്പെട്ടു. നമ്മുടെ മെസ്സേജിൻ്റെ പ്രധാന ഭാഗം ഈ ലോകത്തിലെ ജീവിതം അല്പനാളേ ഉള്ളൂ. ആദ്യനായിട്ട് കർത്താവ് എടുക്കപ്പെട്ടു, ആദ്യഫലമായിട്ട്. ഇതിൻ്റെ പുറയിൽ മെസ്സേജ് ഓഫ് റിസറക്ഷൻ, പുനർദാനമുണ്ട്. ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർ ഈ ലോകത്തിൽ മഹാപീഡന കാലത്തിൽ സാത്താൻ്റെ കൂടെ നശിച്ചു പോകത്തില്ല. നമുക്കൊരു പുനർദാനമുണ്ട്. നമ്മൾ സ്വർഗീയ ശരീരം പ്രാപിച്ച് ദൈവത്തോടുകൂടി നിത്യമായി വസിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഗോസ്പൽ ഈസ് എ മിസ്റ്ററി. ദൈവത്തെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ദൈവത്വത്തിൻ്റെ മർമ്മം. വേറെ ചില സ്ഥലത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞ പോലെ ഈ സുവിശേഷത്തിൻ്റെ മർമ്മം ജാതികളോട് പ്രസംഗിക്കുവാൻ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ഈ മർമ്മം പ്രാപിക്കുവാനായിട്ടാണ്
നമ്മൾ ശുശ്രൂഷകർ എന്ത് ചെയ്യേണ്ടത്? ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടുകൂടി. ഞാൻ പറഞ്ഞല്ലോ, AI ചോദിച്ചാൽ നല്ല പോയിൻറ്റ്സ് കിട്ടും. പഴയതിനേക്കാളൊക്കെ AI അല്പം വിമർശിച്ച ഞാനും ഇപ്പം ഒത്തിരി കാര്യത്തിന് ഏതാണ്ട് ചിരിക്കുന്നു. ഇവർ 2 സഹോദരന്മാരോട് രാത്രി, ഇവരും IT-കാരാണല്ലോ, കമ്പ്യൂട്ടർ സയൻസ് ആണല്ലോ ഇവരുടെ സബ്ജക്റ്റ്, ഭയങ്കരമായിട്ട് സുശീല ചേച്ചിയോട് ചോദിച്ചാൽ ഞങ്ങളൊക്കെ ലേറ്റ് നൈറ്റ് ഇവരെ കൂടെ ഇരുന്ന് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ ആയിരുന്നു പ്രധാന സമയം. 1-2 ഭവന സന്ദർശനം. ഇവരെന്നെയും വിട്ടില്ല, ഞാൻ ഇവരെയും വിട്ടില്ല. ഞാനും ഇപ്പം കുറേയൊക്കെ AI പല കാര്യത്തിനും ഉപയോഗിക്കുന്നുണ്ട്. കാരണം AI ഇപ്പം വളരെ റിഫൈൻഡായി, കുറച്ചുകൂടി നല്ല പോയിൻറ്റ്സും നല്ല കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇനിയുള്ള കാലത്ത് ദൈവദാസന്മാർ AI ഉപയോഗിച്ചായിരിക്കും പ്രസംഗം പോലും ഇപ്പം നല്ല പോയിൻറ്റ്സൊക്കെ വെച്ച് റിഫൈൻ ചെയ്യുന്നു. നിങ്ങൾ പ്രസംഗത്തിന് വേണ്ടി മറ്റുള്ളതിന് ഫോട്ടോ എഡിറ്റിങ്ങിനോ വീഡിയോ എഡിറ്റിങ്ങിനോ വേറെ എന്തൊക്കെ ജോയിൻ ചെയ്യാനോ ചേർക്കാനോ, ഇനി ഒരു പബ്ലിക് പ്രീച്ചിങ്ങിനാണെങ്കിൽ നിങ്ങൾ എടുത്തോ, സുവിശേഷത്തിൻ്റെ മർമ്മം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. നിങ്ങൾ എല്ലാവരും, നമ്മളിവിടെ ഇരിക്കുന്ന ഇത്രയും പേര് AI ഒറ്റ പ്രോംപ്റ്റ് ഇട്ട് സെർച്ച് ചെയ്താൽ ഒരു ഉത്തരമേ തരത്തുള്ളൂ. പക്ഷെ നമ്മളെ ദൈവം അയക്കുന്ന പലരുടെ അടുത്താണ്. ആ ജാതികളോട് സുവിശേഷം പ്രസൻറ്റ് ചെയ്യുവാൻ അവരെ അറിഞ്ഞ്, അവരെ വിവേചിച്ച്, അവരെ തൂക്കി നോക്കി. ഗാഡ് ബ്ലസ് യു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കത്തില്ല. എല്ലാവരുടെ മേൽ ദൈവത്തിന് നീതി ഉണ്ടാകത്തില്ല. എല്ലാ രാജ്യത്തെയും ദൈവം സഹായിക്കത്തില്ല. ചില രാജ്യങ്ങളെ ദൈവം ഭൂമിയുടെ മുഖത്തു നിന്ന് മായ്ച്ച് കളയുന്നൊരു യഹോവയാണ് നമ്മൾ ആരാധിക്കുന്നത്. ചില ജനം കാണത്തില്ല. ചില ദേശങ്ങൾ ദേശത്തിൻ്റെ അഡ്രസ്സ് കാണത്തില്ല. ഇവിടെ ബൈബിളിൻ്റെ അകത്തുള്ള പുതിയ നിയമസഭ, ഏഷ്യ മൈനറിലെ ഓരോ സഭകളോട് ദൈവം പറഞ്ഞു, നിൻ്റെ മധ്യത്തിൽ നിലവിളക്ക് നിലനിന്നാൽ. ഓരോ കുടുംബങ്ങളോട് കർത്താവിന് പകൽക്കാലം പറയുന്നു. ഓരോ ദേശത്തോട് കർത്താവിന് പറയാനുള്ളത്, ഓരോ ദേശത്തെ സഭയോട് കർത്താവിന് പറയുവാനുള്ളത്, നിങ്ങൾ വിശ്വസ്തരായി നിന്നാൽ, നിങ്ങളുടെ മധ്യത്തിൽ കർത്താവിൻ്റെ പ്രകാശം, ദൈവത്തിൻ്റെ വചനം ഉയർത്തി കാണിച്ച് ആ നിലവിളക്ക് കത്തി നിന്നാൽ നിങ്ങൾ ദേശത്ത് നിലനിൽക്കും. അല്ലെങ്കിൽ എന്തു ചെയ്യും? നമ്മളെക്കാളൊക്കെ ശക്തരായി നിന്ന് 7 സഭകൾ, ബൈബിളിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന സഭകൾ, ഇന്ന് അതെല്ലാം ആ പട്ടണങ്ങൾ പേര് പോലും ഇല്ല. നിങ്ങൾ വിക്കിപീഡിയ അല്ലെങ്കിൽ സെർച്ച് ചെയ്താൽ മതി. ആ പട്ടണങ്ങൾ റൂയിൻസ്, തകർന്നു പോയ, വോൾക്കാനോ നിമിത്തം, യുദ്ധം നിമിത്തം തകർന്നു പോയി. ഒരു കാലത്തിൽ ആയിരക്കണക്കിന് 100 കണക്കിന് ദൈവമക്കൾ ആത്മാവിൽ ആരാധിച്ച്, അവരെയൊക്കെ നമുക്ക് മാതൃകയായിട്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്നവർ, അവരുടെ തലമുറകൾ വിശ്വസ്തയോട് നിൽക്കാഞ്ഞുകൊണ്ട് ആ സഭ നിലനിന്നല്ല, ആ ദേശത്തൊക്കെ ഒരു ദൈവ വൈതലും ഇല്ല. അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ എത്തിസ്റ്റുള്ളത്. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരുള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാകണം, നമ്മൾ അറിഞ്ഞ സത്യത്തിൽ നമ്മുടെ തലമുറ നിലനിൽക്കണം. നമ്മൾ അറിഞ്ഞ സത്യം നമ്മൾ ജാതികളോട് പ്രസൻറ്റ് ചെയ്യുവാനുള്ളൊരു പ്രത്യേക കൃപ കർത്താവ് നമുക്ക് തരട്ടെ. ദൈവം നമ്മളെ വലിയൊരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട് ദൈവമക്കളെ. ആ ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചതാണ്. ദൈവം ഏൽപ്പിച്ചാലേ ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് ഓരോ പകലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ ഞാൻ എന്ത് കർത്താവിന് വേണ്ടി ചെയ്യണം, ഞാൻ ഇന്ന് എന്ത് കർത്താവിന് വേണ്ടി ചെയ്യണം. ദൈവം നമ്മളെ സഹായിക്കേണ്ട. ശുശ്രൂഷയിൽ വളർന്നു വരണമെങ്കിൽ ഒരു സമർപ്പണം വേണം. ശുശ്രൂഷയിൽ വളർന്നു വരണമെങ്കിൽ ദൈവം താഴ്ത്തുന്ന ഏരിയകളൊക്കെ ആ പരീക്ഷയിൽ നിന്ന് ഓടിപ്പോകാതെ നമ്മളെ തന്നെ താഴ്ത്തുവാൻ. ഞാൻ പറഞ്ഞല്ലോ, എത്ര വലിയ ശുശ്രൂഷകൻ നമ്മളെ വരുന്ന ആളുകൾ ദൈവമാക്കിയാലും, ഹല്ലേലൂയ, ഏത് വ്യക്തിയുടെ വേദന അറിയുവാൻ ഉള്ള താഴ്മ നമ്മൾ പ്രാപിച്ചിരിക്കണം. ആ വ്യക്തിയെ സഹായിക്കുവാനുള്ള, ആ വ്യക്തിയെ ഉദ്ധരിക്കുവാനുള്ള, അതാണ് ശുശ്രൂഷ എന്തുവാനും സുവിശേഷത്തിൻ്റെ മർമ്മം എന്തുവാനും ഈ ദൈവിക മർമ്മം നമ്മൾ മറ്റുള്ളവരോട് പറയുവാൻ, കർത്താവേ എന്നെ ഉപയോഗിക്കണമേ, എന്നെ പ്രാപ്തനാക്കണമേ. കുറവുകൾ, അനന്യരായിരിക്കണം. ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എന്ത് ചെയ്യണം? ദൈവദാസനോട് പറഞ്ഞിരിക്കുന്ന അവരെ ടെസ്റ്റ് ചെയ്യണം. ദാസനോട് പറഞ്ഞിരിക്കുന്ന അവരെ പരീക്ഷിച്ച് നോക്കണം. അവർ അനന്യരാണെങ്കിൽ, ഇഫ് ദി ആർ ബ്ലെയിംലെസ്, അവരെ അടുത്ത ശുശ്രൂഷ എന്ത് ചെയ്യണം? ഓരോന്നും ഏൽപ്പിക്കണം. നമ്മുടെ സഭയും വചനപ്രകാരം പോകുന്ന ഒരു സഭയായി തീരട്ടെ. വന്നിരിക്കുന്ന പുതിയ